എന്ന് കൊടുക്കാൻ കാരണം അഹ്ബാറ എന്ന് പറഞ്ഞ പോലെ റുഹ്ബാന എന്ന് പറഞ്ഞതുപോലെ അങ്ങനെയാണ് മസീഹ എന്ന് വരുന്നത്. ഈ പ്രയോഗത്തിൽ ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു പ്രത്യേകത ഉണ്ട്. അതായത് ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഈ നമ്മളുടെ ഈ സ്പീക്കർ പാനലിൽ എക്യുപ്പും അതേപോലെ തന്നെ ജെർഷനും പിന്നെ നഹാസ് ബ്രദറിന് പുറമെ എക്യുപ്പും ജെർഷനും ഇവിടെയുണ്ട്, പിന്നെ സൺ ബ്രദറും എന്ന് പറയുകയാണെങ്കിൽ എങ്ങനെയുണ്ട്? അതായത് മൂന്നാമത്തെ ആളെ അതിന് ആ കാര്യം പറഞ്ഞതിന് ശേഷം വീണ്ടും ആഡ് ചെയ്തിട്ടാണ് പറയുന്നത്. പക്ഷെ അതിൻ്റെ അർത്ഥം വരുന്നത് റുഹ്ബാന എന്ന് പറഞ്ഞതിൻ്റെ തുടർച്ചയായിട്ട് അഹ്ബാറ എന്ന് പറഞ്ഞതിൻ്റെ തുടർച്ചയായിട്ടാണ് വരുന്നത്. ഓക്കെ, ഞാന് ഇപ്പൊ നമുക്ക് അറബി അറിയാത്തതിൻ്റെതായ ഒരു ഒരു ഇത് ഞാൻ മനസ്സിലാക്കുന്നു. ഇനി താങ്കൾ പറഞ്ഞ ആ ഒരു വാദം ഞാൻ എടുക്കുകയാണെങ്കിലും ഓക്കെ, ഞാനിപ്പോ ആ ഒരു വിധത്തിലോട്ട് പൊക്കളാം. എങ്കിൽ പോലും മലയാളത്തില് നിങ്ങളുടെ പണ്ഡിതന്മാർ ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത് തെറ്റല്ലേ? അത്രയെങ്കിലും താങ്കൾക്ക് സമ്മതിക്കാൻ പറ്റുമോ? മലയാളത്തിൽ ട്രാൻസ്ലേഷന് പ്രത്യേകത ഉണ്ട് ബ്രദറെ. അതെന്താണെന്ന് വെച്ചാൽ ഇപ്പൊ നിങ്ങൾ അല്ല, ഖുറാന്റെ തെറ്റല്ലേ അത്? അല്ല, തെറ്റല്ല. അത് എന്താണ് തെറ്റല്ലാത്തത് എന്താണെന്ന് പറഞ്ഞാല് ഇത് മലയാള എങ്ങനെയാ ബ്രദർ രണ്ടും കൂടെ എങ്ങനെ ശരിയാവുന്നേ? അതാ എനിക്ക് മനസ്സിലാവാത്തെ. അതെ, അതായത് മലയാള ട്രാൻസ്ലേഷൻ ഓരോരുത്തർ സ്വീകരിക്കുന്ന രീതികളുണ്ട്. ചില ആളുകൾ എടുക്കുന്ന രീതി എന്താണെന്ന് ചോദിച്ചാൽ വേർഡ് ബൈ വേർഡ് എങ്ങനെയാണോ വന്നിട്ടുള്ളത് അതുപോലെ തന്നെ കൊടുക്കുക എന്നുള്ള രീതിയാണ് ചില ആളുകൾക്ക് ഉണ്ടാവുക. ചില ആളുകൾ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ആ വചനത്തിന്റെ ആശയം നമുക്ക് വ്യക്തമാവുന്ന രീതിയിൽ അതിന് ട്രാൻസ്ലേഷൻ കൊടുക്കുക. അങ്ങനെ, അതായത് ഒരു വിവരണം കൂടി അതിൽ വരുന്ന രീതിയിൽ, അത് ആ ഒരു രീതിയിലുള്ള വ്യത്യാസം മാത്രമാണ്, തെറ്റല്ല. ഓക്കെ, യാ എനിവേ, ഞാൻ നമ്മുടെ ഷാഫി പറഞ്ഞ ആ ഒരു വിഷയത്തോടുള്ള ബന്ധത്തിലാണ് ഞാനിത് സംസാരിക്കുന്നത്. കോർപ്പസ് ഖുറാനിൽ ഇങ്ങനെയാണ് പറയുന്നത്: ദേ ഹാവ് ടേക്കൺ ദെയർ റബീസ് ആൻഡ് ദെയർ മങ്സ് ആസ് ലോർഡ്സ് ബിസൈഡ്സ് അല്ലാ ആൻഡ് ദ മെസ്സയ. അതിനുശേഷമാണ് കോമ വരുന്നത്. പിന്നെ സൺ ഓഫ് മറിയം ആൻഡ് നോട്ട് ഇഫ് ദേ എന്നും പറഞ്ഞ് പിന്നെ കണ്ടിന്യൂ ചെയ്യുന്നു. എനിവേ, ഞാൻ അദ്ദേഹത്തിന് ആ ഒരു ഇത് ഒന്ന് പറഞ്ഞു കൊടുക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. അതായത് ഇതുപോലെയുള്ള അനേക കാര്യങ്ങൾ നമുക്ക് ഖുറാനിൽ കാണാൻ പറ്റും, പരസ്പര വൈരുദ്ധ്യമായിട്ടുള്ള കാര്യങ്ങൾ. അത് ഇപ്പൊ പറഞ്ഞു തന്നത്രേ ഉള്ളൂ. 7-ാം നൂറ്റാണ്ടിൽ ക്രൈസ്തവരുടെ കയ്യിലുള്ള ഗ്രന്ഥം ശരിയാണ് എന്ന് ഖുറാൻ പറയുന്നു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ക്രൈസ്തവരുടെ കയ്യിലുള്ള ബൈബിളില് യേശു ദൈവപുത്രനാണ് എന്ന് പറയുന്നുണ്ടോ? പറയുന്നുണ്ട്. ആ ഗ്രന്ഥത്തെയാണോ ഖുറാൻ ശരിയാണ് എന്ന് പറഞ്ഞത്? യെസ്, അതിനെയാണ് ശരിയാണെന്ന് പറയുന്നത്. അത് എനിക്ക് തോന്നുന്നത് ആ വിഷയത്തിൽ ഇച്ചിരൂടെ ഡീറ്റെയിൽ ആയിട്ടും ഡെപ്ത് ആയിട്ടും അനിൽ പാസ്റ്ററിന് പറയാൻ പറ്റും. അപ്പൊ ഞാൻ ഒരു മിനിറ്റ് അനിൽ പാസ്റ്ററിനൊന്ന് ആ വിഷയത്തിലൊന്ന് കൈമാറാം. ഏകദേശം ഒരു കോണ്ടെക്സ്റ്റ് ഞാനും ഷാഫിയും തമ്മിൽ ഒരു 1-2 മണിക്കൂർ സംസാരിച്ചുകൊണ്ടിരിക്കുവായിരുന്നു പാസ്റ്ററെ. ഇപ്പോൾ നമ്മൾ സംസാരിച്ചപ്പോൾ ഏകദേശം ഒരു രൂപം കൊടുത്തോട്ടും പാസ്റ്ററിന് കിട്ടിക്കാണുമെന്ന് ചിന്തിക്കുന്നു. ഒന്ന് കമന്റ് ചെയ്യാവോ ആ വിഷയത്തില്? തർക്ക വിഷയം എനിക്ക് വ്യക്തമല്ല, അവിടെ എന്താ പ്രശ്നം? ഓക്കെ, ഞാനും ഷാഫി തമ്മിൽ സംസാരിച്ചുകൊണ്ടിരുന്നു. അപ്പൊ അദ്ദേഹം ആദ്യം പറഞ്ഞത് ഖുറാന്റെ അഭിപ്രായത്തില് തൗറാത്തും ഇഞ്ചിയിലും തിരുത്തപ്പെട്ടിട്ടില്ല. അപ്പോൾ മറ്റുള്ള മുസ്ലിങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് ഇദ്ദേഹം ചിന്തിക്കുന്നത്. ഖുറാൻ തൗറാത്തും ഇഞ്ചിയിലും തിരുത്തപ്പെട്ടു എന്ന് താഴെ ഇരിക്കുന്ന ഷാഫി കേട്ടോ, അദ്ദേഹം സംസാരിച്ച വിഷയത്തില് തൗറാത്തും ഇഞ്ചിയിലും തിരുത്തപ്പെട്ടു എന്ന് അദ്ദേഹം വിശ്വസിക്കുന്നില്ല, മറിച്ച് തിരുത്തപ്പെട്ടിട്ടില്ല എന്നാണ് അദ്ദേഹം വിശ്വസിക്കുന്നത്. ഓക്കെ, ഇനി രണ്ടാമത് അദ്ദേഹം പറയുന്നത്, പക്ഷേ ഇന്ന് ക്രൈസ്തവരുടെ കൈകളിലുള്ള ഈ പുസ്തകത്തില് ആക്ട്സ് ഓഫ് അപ്പോസൽസ്, അതുപോലെ മറ്റുള്ള എപ്പിസൽസ് ഇതെല്ലാം കാണുന്നുണ്ട്, അതുകൊണ്ട് ഇതാണോ എന്ന് നമുക്കറിയത്തില്ല. എന്നാൽ ഞാൻ പറഞ്ഞു, 7-ാം നൂറ്റാണ്ടില് ക്രൈസ്തവരുടെ കയ്യിലിരുന്ന പുസ്തകം ഏതാണോ അത് ശരിയാണ് എന്ന് ഖുറാൻ സാക്ഷ്യപ്പെടുത്തുന്നു. അപ്പൊ ഞങ്ങൾ രണ്ടുപേരും കൂടെ സംസാരിച്ചുകൊണ്ടിരുന്ന സമയത്ത് പുള്ളിക്കാരൻ അത് അംഗീകരിച്ചു തരുന്നതിനും കുഴപ്പമില്ല. ഓക്കെ, അങ്ങനെയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല, അങ്ങനെ ഖുറാനിൽ പറയുന്നുണ്ട്, അതായത് അവരുടെ പക്കലുള്ള ഗ്രന്ഥം ശരിയാണ് എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു, ക്രൈസ്തവരുടെ കയ്യിൽ അന്നുള്ള പുസ്തകത്തില് ഇതെല്ലാം ഉണ്ട്. കാരണം AD 425 ആയപ്പോഴത്തേക്കും ബൈബിളിന്റെ ക്രോഡീകരണം കഴിഞ്ഞു. അതിനും 200 വർഷക്കാലം ആണ് വർഷത്തിന് ശേഷമാണ് മുഹമ്മദ് വരുന്നത്. അപ്പോഴത്തേക്കും ഇതിന്റെ പല കോപ്പികളും ലോകത്തിന്റെ പല ഭാഗത്ത് എത്തുന്നു.
അപ്പൊ ഈ ഗ്രന്ഥങ്ങളിലെല്ലാം ഇതുപോലുള്ള ഇതുണ്ട്. അപ്പോ മുഹമ്മദിന്റെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ക്രൈസ്തവരുടെ കയ്യിലുള്ള ഗ്രന്ഥം ശരിയാണ് എന്ന് സാക്ഷ്യപ്പെടുത്തുന്നു. അത് താങ്കൾ വിശ്വസിക്കുന്നു. അദ്ദേഹം പറഞ്ഞു അത് ഞാൻ വിശ്വസിക്കുന്നു, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇന്ന് ക്രൈസ്തവരുടെ കയ്യിലുള്ള ഗ്രന്ഥം വിശ്വസിക്കുന്നതിന് കുഴപ്പം വരത്തില്ല. എന്തുകൊണ്ടാണ്? കാരണം ഇന്ന് ക്രൈസ്തവരോടുള്ള ഗ്രന്ഥം നമുക്ക് കോറിലേറ്റ് ചെയ്യാൻ പറ്റുന്നത് 6-ാം നൂറ്റാണ്ടിന് മുമ്പേ ഉള്ള മാനുസ്ക്രിപ്റ്റുമായിട്ട് നമുക്ക് ബന്ധപ്പെടുത്തി നമുക്കിത് മനസ്സിലാക്കാനായിട്ട് പറ്റും. അന്നേരം അദ്ദേഹം പറഞ്ഞു ഓക്കെ, അത് നമുക്ക് പഠിക്കേണ്ട കാര്യം തന്നെയാണ്, പഠിച്ചു നോക്കാം എന്നുള്ള വിഷയത്തിൽ പറഞ്ഞു. അങ്ങനെ അദ്ദേഹം പോയി. അതിനുശേഷം ഒരു ഏകദേശം ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് വീണ്ടും ഒരു ഓർമ്മ വന്നു, അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു പോയിന്റോടെ അദ്ദേഹത്തിന് ചോദിക്കണം എന്ന് തോന്നി. അങ്ങനെയാണെങ്കിൽ പിന്നെ ഈ ഖുറാനിലെ യേശുക്രിസ്തു ദൈവപുത്രനാണ് എന്ന് എഴുതിയിരിക്കുന്നത് അന്നുണ്ടായിരുന്നു? ഞാൻ പറഞ്ഞു ഉണ്ടായിരുന്നു. 7-ാം നൂറ്റാണ്ടിൽ ക്രൈസ്തവരുടെ കയ്യിലുണ്ടായിരുന്ന ബൈബിളിൽ ഉണ്ടായിരുന്നു. ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചു. ഉണ്ടായിരുന്നു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ പിന്നെ അത് ഖുറാൻ ഓപ്പോസിറ്റ് ആയിട്ട് വരത്തില്ലേ? ഞാൻ പറഞ്ഞു വരും. കാരണം വെച്ചാൽ ഖുറാനിൽ വൈരുദ്ധ്യങ്ങളുണ്ട്. ഒരു ഉദാഹരണം ഞാൻ കാണിച്ചു തരാം എന്നും പറഞ്ഞാണ് 9-ാമത്തെ സൂറ ഈ 31-ല് അതന്നെ 9-ന്റെ 31 ഞാൻ കാണിച്ചു കൊടുക്കാനായിട്ട് ചിന്തിച്ചത്. അത് മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ്: അവരുടെ പണ്ഡിതന്മാരെയും പുരോഹിതന്മാരെയും മറിയമിന്റെ മകനായ മസീഹിനെയും അള്ളാഹുവിന് പുറമെ അവർ രക്ഷിതാക്കളായി സ്വീകരിച്ചു. എന്നാൽ അറബിയിൽ കിടക്കുന്നത് അവരുടെ പണ്ഡിതന്മാരെയും പുരോഹിതന്മാരെയും അള്ളാഹുവിനും മറിയമിന്റെ മകനായ മസീഹിനും പുറമെ രക്ഷിതാക്കളായി സ്വീകരിച്ചു. ഇങ്ങനെയാണ് അറബിയിൽ കിടക്കുന്നത്. ഓക്കെ, അപ്പോ നജീബ് പറഞ്ഞു അറബിയിൽ കിടക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ രണ്ടാമത് വായിച്ചതുപോലെ തന്നെയാണ് അറബിയിൽ കിടക്കുന്നത്, പക്ഷെ അത് മനസ്സിലാക്കേണ്ടത് ആ പങ്ക്ച്വേഷൻ മാർക്കോട് കൂടെയാണ് എന്നുള്ളതായിരുന്നു നജീബിന്റെ ഒരു വാദം. അതിനെനിക്ക് എതിരഭിപ്രായമൊന്നുമില്ല, കുഴപ്പമില്ല. ഐ മീൻ അത് മറ്റൊന്നും കൊണ്ടല്ല, എനിക്ക് അറബി അറിയത്തില്ലല്ലോ. അദ്ദേഹത്തിന് അറബി അറിയാം എന്നുള്ളത് കൊണ്ടും എനിക്ക് അറബി അറിയത്തില്ല എന്നുള്ളത് കൊണ്ടും എനിക്ക് തൽക്കാലം അവിടെ അദ്ദേഹം പറയുന്നത് സമ്മതിക്കുന്നതാണ് ബുദ്ധി എന്ന് തോന്നുന്നു. പക്ഷെ ഇങ്ങനെയുള്ള എന്തോ അതിന് പറയുന്നേ, ഇഷ്ടം പോലെ ധാരാളം പരസ്പര വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ ഖുറാനിൽ കാണാനായിട്ട് പറ്റും. ഇതാണ് ഏകദേശ സംസാരത്തിന്റെ ഒരു കോണ്ടെക്സ്റ്റ്. അതിലെ ഈ 19-30 ഏതാണ്ട് നജീബ് പറഞ്ഞ പോലൊക്കെ തന്നെയാണ് എനിക്കും തോന്നുന്നത്. അത് ഖുറാൻ അല്ലാതെ പറയേണ്ട ഒരു കാര്യം വരുന്നില്ല. കാരണം ഖുർആൻ വ്യക്തമായിട്ട് ഈ ദൈവപുത്ര എന്ന ആശയത്തെ നിരസിക്കുന്നുണ്ട്. ഇപ്പൊ ക്രിസ്ത്യൻ ഫെയ്ത്തിൽ ഖുർആൻ അല്ലെങ്കിൽ മുഹമ്മദ് പരസ്യമായി റിജക്റ്റ് ചെയ്യുന്ന 2-3 ഘടകങ്ങൾ. തിരുക്കുടുംബം അതിനെ റിജക്റ്റ് ചെയ്യുന്നുണ്ട്, റെഫ്യൂസ് ചെയ്യുന്നു, അല്ലെ അത് അക്സെപ്റ്റ് ചെയ്യുന്നില്ല. ഇനി എൻഡോഴ്സ് ചെയ്യാത്ത അടുത്തൊരു കാര്യം ഈ പറഞ്ഞ ക്രിസ്തുവിൻ്റെ ദൈവപുത്രത്വം, അതും എൻഡോഴ്സ് ചെയ്യുന്നില്ല. ഇനിയുള്ള ഒന്ന് നമ്മുടെ ക്രിസ്തുവിൻ്റെ ക്രൂശ് മരണം. പ്രബലങ്ങളായി 3 കാര്യങ്ങളിലാണ്. ഒന്ന് ദൈവപുത്രത്വം അംഗീകരിക്കുന്നില്ല, മറ്റേ ക്രിസ്തു ക്രൂശിൽ മരിച്ചു എന്ന വാദം അംഗീകരിക്കുന്നില്ല, ക്രൂശിലെന്നല്ല മരിച്ചു എന്ന വാദം അംഗീകരിക്കുന്നില്ല, പിന്നെ തിരുക്കുടുംബം. ഇതൊഴിച്ചാൽ ഇന്ന് ഉള്ള ദാവാക്കാർ പറയുന്ന അഭിപ്രായങ്ങൾ നമുക്ക് ഖുറാന്റെ വെളിച്ചത്തിൽ മുഖവിലേക്ക് എടുക്കാൻ പറ്റില്ല. അത് 3ഉം ഖുറാൻ വിയോജിക്കുന്നു എന്നുള്ളതൊരു സത്യമാണ്. അപ്പം അത് വിയോജിക്കുന്ന ഖുറാനിൽ തിരിച്ച് ഏതാണ്ട് എക്കിപ്പ് കണ്ടതുപോലെ ഒരു വചനം വരിക സ്വാഭാവികമല്ല. അത് ശരിക്കും നജീബ് പറഞ്ഞെടുത്താകാം അതിൻ്റെ ശരിയെന്ന് തോന്നും, അതിൻ്റെ ട്രാൻസ്ലേഷൻ അങ്ങനെ തന്നെയാകാം. ഇനി അവിടെ ഒരു സ്ഖലിതം അഥവാ ഇത്തരത്തിലെ മിസ്റ്റേക്ക് വന്നിട്ടുണ്ടോ എന്ന് ആഴത്തിൽ പരിശോധിക്കണം. പക്ഷെ ഇപ്പോൾ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ നജീബ് പറഞ്ഞതാണ് അക്കാര്യത്തിൽ ശരിയായിട്ട് തോന്നുന്നത്. നമുക്കിനി അറബി വ്യാകരണം വെച്ചൊക്കെ നോക്കണം. അതവിടെ നിൽക്കട്ടെ. എന്നാൽ അതിൻ്റെ തൊട്ടുമുകളിൽ ഒരു വചനം ഒട്ടും ശരിയല്ല ഖുറാൻ്റെ. ഞാൻ പലപ്പോഴും എൻ്റെ ചർച്ചകളിൽ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അതായത് 30-ാമത് വചനം, അതായത് ഉസൈർ ദൈവപുത്രനെന്ന് ജൂതന്മാർ പറഞ്ഞു എന്നുള്ളതാണ്. ജൂതന്മാർക്കിടയിൽ അങ്ങനെ ഒരു ഫെയ്ത്ത് ഇല്ല. ജൂതന്മാർക്കിടയിൽ സ്കിസമുണ്ട്, ശീസ്മ നമ്മൾ പറയല്ലോ. അത് ക്രൈസ്തവർക്കിടയിലെ പോലെ അല്ല.
അത് ശരിക്കും പറഞ്ഞ ഈ മദ്ഹബുകൾ എന്ന് പറഞ്ഞ പോലെ കുറെ സ്കൂളുകളാണ്, വേ ഓഫ് തിങ്കിങ് ആണ്. അല്ല, അവർക്ക് ഒരു പള്ളിയേ ഉള്ളൂ. വേ ഓഫ് തിങ്കിങ് അങ്ങനെ ആയതുകൊണ്ട് വ്യത്യസ്ത സിനഗോഗൊന്നുമില്ല. ഒറ്റ പള്ളിയിലാണ് അവർ കൂടുന്നത്. അതിലൊന്നും മാറ്റമില്ല. ഒരു പ്രീസ്റ്റിന്റെ കീഴിലാണ് നിൽക്കുന്നത്. പക്ഷെ ഇവർക്കിടയിൽ പലതരം വിഭാഗീയതയുണ്ട്. ഫാരസീസ് ഉണ്ട്, സാദുസീസ് ഉണ്ട്. സാദുസീസ് ഒരു അഗ്നോസ്റ്റിക്കുകളാണ്. സ്ക്രൈബ്സ് കേവലം പകർത്തിയെഴുത്ത് മാത്രമല്ല, അവർക്ക് കുറെ അഹങ്കാര ചിന്തകളൊക്കെ ഉള്ള കുറെ മനുഷ്യരാണ്. യഥാസ്ഥിതിക ജൂതന്മാരാണ്. പക്ഷെ ഇവർക്കെല്ലാം ഇവരെ യൂണിഫൈ ചെയ്യുന്ന ഒരു ഘടകം അവരുടെ പള്ളി തന്നെയാണ്. അപ്പം മതം വ്യത്യസ്തമല്ല. മദ്ഹബുകൾ എന്ന് നമ്മൾ പറയുന്ന, അല്ലെങ്കിൽ ഇന്റർപ്രിട്ടേഷൻ, അതിന്റെ സ്കൂൾ എന്നൊക്കെ നമ്മൾ പറയും, അത് വ്യത്യസ്തമാണ്. പക്ഷെ ഇതിൽ ഒരു സ്കൂളും ഉസൈറിനെ ദൈവപുത്രനായിട്ട് കാണുന്നില്ലെന്നുള്ളതാണ്. അല്ല, ഇവരത് ചൂണ്ടിക്കാണിക്കണം. ഉസൈർ എന്ന് പറയുന്നത് നമ്മളിവിടെ തഫ്സീറുകൾ നോക്കിയിട്ട് കാണുന്നത് എസ്ര ശാസ്ത്രിയാണ്. എസ്ര ഒരു നബി പോലുമല്ല, പ്രോഫറ്റ് പോലുമല്ല. ഹി വാസ് എ റിഫോർമറാണ് അദ്ദേഹം. ഒരു സ്കോളറാണ്, റിഫോർമറാണ്. അദ്ദേഹത്തിന്റെ ഹിസ്റ്റോറിക്കലി ഇമ്പോർട്ടന്റ് പേഴ്സണാലിറ്റിയാണ്. അപ്പൊ അവരൊരു റബി അല്ലാത്ത, റബി മീൻസ് നബി അല്ലാത്ത, റബിയാണ് നബി അല്ലാത്ത, അല്ലെങ്കിൽ പ്രോഫറ്റ് അല്ലാത്ത, അല്ലെങ്കിൽ അങ്ങനെ ഒരു ആളല്ലാത്ത ന്യായപ്രമാണത്തിന്റെ ഒരു സൂക്ഷിപ്പുകാരനും റിഫോർമറുമായ ഒരാളെ ദൈവപുത്രനായിട്ടൊന്നും കാണത്തില്ല. അവർക്ക് അതിലൊരു താല്പര്യമില്ല. അപ്പൊ ഇവിടെ ഒരു വസ്തുത കൂടിയുള്ളത്, ജൂതന് കർശനമായി ചില ജീവനിഷ്ഠമുണ്ട്. ഒരു തരത്തിലുള്ള ഐഡൽ വർഷിപ്പും ഇല്ല. ഐഡലിനോട് കോംപ്രമൈസ് ചെയ്തില്ല. മനുഷ്യരെ ആരെയും ദൈവമായിട്ട് കാണത്തില്ല, ദൈവപുത്രനായിട്ട് കാണത്തില്ല. അതൊക്കെ റിജിഡാണ്. അപ്പൊ ഇത് എന്തോ ഖുർആന്റെ എഴുത്തുകാർക്ക് പിണഞ്ഞ ഒരു അബദ്ധമാണ്. അല്ലാതെ അങ്ങനെ ഒരു സംഭവം ഇല്ല. രണ്ടാമത് പറഞ്ഞത് ശരിയാണ്, ക്രിസ്തു ദൈവപുത്രനെന്ന് ക്രിസ്ത്യാനികൾ വിശ്വസിക്കുന്നുണ്ട്. അപ്പൊ ഞാനിതിന്റെ പല ചർച്ചകളിൽ ചോദിച്ചിട്ടുണ്ട്, ഇത് ആരാണാവോ ഈ ഉസൈർ? അദ്ദേഹത്തെ ദൈവപുത്രനായി കണ്ട ഗ്രൂപ്പ് ഏതാണാവോ? അതൊന്നും പറയണമല്ലോ. അതൊന്നും അവർക്ക് പറയാനില്ല. അങ്ങനെയാണെങ്കിൽ അവരുടെ കണ്ടിന്യൂവേഷൻ ഇപ്പൊ എവിടെ നിൽക്കുന്നു? ആ ജൂതന്മാരുണ്ടോ? അപ്പൊ അത് എന്തോ ഒരു മിസ്റ്റേക്ക് അവിടെ ഗുരുതരമായിട്ട് പറ്റിയിട്ടുണ്ട്. അടുത്ത ഒരു വൈരുദ്ധ്യമുള്ളത് ഈ ക്രൂശ് മരണത്തെ കുറിച്ച് തന്നെയാണ്. അപ്പോൾ ഈ ഖുർആൻ വിയോജിക്കുന്ന കാര്യങ്ങളിലുള്ള നമ്മുടെ മറുപടിയാണ് പറയുന്നത് കേട്ടോ. ഒഫീഷ്യലായിട്ടുള്ള വിയോജിപ്പ് അവരുടെ, അതിനകത്തുള്ള നമ്മുടെ ആൻസറാണ് പറയുന്നത്. ഈ ക്രിസ്തു മരിച്ചില്ലെന്നും സ്ഥാപിക്കാൻ ഒക്കത്തില്ല ഖുർആന്റെ അടിസ്ഥാനത്തിൽ. ഖുർആൻ എതിർക്കുന്നുണ്ട്, പക്ഷെ അവിടെ കോൺട്രവേഴ്സി ഉള്ളത് 21:34 അവിടെ പറയുന്നത് ഈ ഇമ്മോർട്ടാലിറ്റി ആർക്കും നൽകിയിട്ടില്ല അല്ല. മുഹമ്മദിന് മുമ്പ് ആർക്കും ഇമ്മോർട്ടാലിറ്റി അല്ലെങ്കിൽ അനശ്വരത നൽകിയിട്ടില്ല. അപ്പം അനശ്വരത നൽകിയിട്ടില്ല, ആള് മരിക്കണ്ടേ? മരിക്കാതെ എങ്ങനെ ആർക്കും അനശ്വരത നൽകിയിട്ടില്ല എന്നൊരു വചനത്തിന്റെ പ്രസക്തി? അപ്പോ മരിക്കാത്ത അനുഭവം ആർക്കും നിനക്ക് മുമ്പ് നൽകിയിട്ടേ ഇല്ല. അപ്പൊ പിന്നെ സ്വർഗത്തിലേക്ക് ഉയർത്തി എന്ന വാദം അതിന്റെ മുമ്പിൽ കോൺട്രവേഴ്സിയാണ്. ഈ ദൈവത്തിന് പുത്രനോ എന്നൊരു ചോദ്യമുണ്ട്. ഈ പുത്രൻ എന്ന് പറയുമ്പോൾ ഈ ഒരു സ്ത്രീയുടെ ഗർഭാശയത്തിൽ രൂപപ്പെട്ട ഭ്രൂണം ആരുടേതാണ്? അതിനെയാണ് നമ്മൾ അപ്പൻ അല്ലെ പിതാവ് എന്ന് പറയുന്നത്. ഇപ്പൊ നിങ്ങളുടെ സെമൺ പുറത്തെടുത്തു, അല്ലെങ്കിൽ ആ സ്പേംസ് പുറത്തെടുത്തു, അതെടുത്തിട്ട് മറ്റൊരാളുടെ അണ്ഡവുമായിട്ട് അത് സംയോജിപ്പിച്ചിട്ട് മൂന്നാമതൊരാളുടെ ഗർഭാശയത്തിൽ നിക്ഷേപിച്ചുണ്ടാകുന്ന കുട്ടിയുടെ അപ്പൻ നിങ്ങളാണ്. അത് ഏത് രൂപേണ കുട്ടി ഉണ്ടായാലും അതിന് ലൈംഗിക ബന്ധം ആവശ്യമില്ല കുട്ടി ഉണ്ടാവാൻ. അപ്പൊ കൽപ്പിച്ചുണ്ടായാലും മണ്ണിൽ നിന്നുണ്ടാക്കിയാലും അപ്പൻ ആരാണ്? ആ പൈതൃ ഏറ്റെടുക്കാൻ എന്താ മടി? അപ്പൊ അതേ പറയുന്നുള്ളൂ നമ്മളും. അപ്പോ ഈ ഒരു പുരുഷന്റെ ഇഷ്ടത്താൽ രൂപപ്പെട്ടാൽ അത് മനുഷ്യൻ എന്ന് തന്നെ പറയാം. എന്നാൽ ദൈവത്തിന്റെ ശ്വാസത്താലുള്ളവായി എന്നോ അല്ലെങ്കിൽ അങ്ങനെ റൂഹ് നിമിത്തം ഉണ്ടായെങ്കിൽ ദൈവപുത്രൻ എന്ന വിളിയെ ഒരിക്കലും നിരാകരിക്കാൻ പാടില്ല ഈസയുടെ പിതാവ്. അല്ലെങ്കിൽ പിന്നെ അതിന് പറയണം, അങ്ങനെയാണ്, പക്ഷെ ഞാൻ പിതാവൊക്കെയാണ്, പക്ഷെ എനിക്ക് ഈക്വൽ അല്ലെന്നൊക്കെ വേണേൽ പറയാം. എന്റേതായ കഴിവുകളൊന്നും ഇല്ലാത്ത ഒരാളാണെന്നൊക്കെ പറയാം. ഞാൻ പിതാവേ അല്ലെന്ന് പറഞ്ഞ് ആദമും പുത്രൻ പാസ്റ്റർ, ആദമും പുത്രനെ വരില്ലേ? അത് തന്നെ പറഞ്ഞോണ്ടിരുന്നേ, അത് തന്നെ പറയുന്നത്. ആദം ദൈവത്തിന്റെ മകൻ, അങ്ങനെ വേറെ അതേ രൂപത്തിലും പറയാം. അതുപോലും ക്ലെയിം
ചെയ്യുന്നില്ല. ആദം ദൈവത്തിന്റെ മകൻ എന്ന അർത്ഥത്തിൽ വേണേ പറയാമല്ലോ. അപ്പോഴും പിതാവുണ്ടല്ലോ, പിതാവുണ്ട്. ആ പൈതൃകം ഏറ്റെടുക്കണം. അത് തയ്യാറാവുന്നില്ല എങ്ങും. അപ്പൊ ഇത് ഈ പറഞ്ഞ ചില പ്രശ്നങ്ങളുണ്ട്. അപ്പൊ ഇത്രേ ഉള്ളൂ. ഇവിടെ ആരാണ് മുമ്പേ സംസാരിച്ചു എന്ന് പറഞ്ഞത് ഞാൻ കേട്ടില്ല. ഇന്നത്തെ ദാവക്കാർ പറയുന്നതോ, അത് 11 നൂറ്റാണ്ട് മുതലുണ്ട്. ഇന്നത്തെ ദാവക്കാരല്ല, ഒരു 11 നൂറ്റാണ്ട് മുതൽ ഈ ബൈബിളിന് എന്തോ കാതലായ പ്രശ്നം സംഭവിച്ചു എന്നുള്ള ഒരു നരേഷൻ പണ്ഡിതന്മാർ മുമ്പോട്ട് ഇസ്ലാമിൽ നിന്ന് വെക്കുന്നുണ്ട്. അതിന് ശേഷം പിന്നീടാണ് ചില കാര്യങ്ങൾ ഖുറാനിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ ബൈബിളിലേക്ക് ഇറങ്ങും, അങ്ങോട്ട് പോകാറുണ്ട്. അങ്ങനെ ഇറങ്ങി വരുന്ന വഴിക്ക് അവർ ശ്രദ്ധിച്ചത് ഖുറാനെ എൻറിച്ച് ചെയ്യുന്ന, അല്ലെ അതിനെ ഏതെങ്കിലും തരത്തിൽ സപ്പോർട്ട് ചെയ്യുന്ന ഭാഗം ഉണ്ടെങ്കിൽ അത് മാത്രം പുറത്തെടുത്ത് അതിനെ കൃതിയാക്കി മാറ്റും. അതിന് മടിക്കില്ല. അപ്പോ എന്നാൽ ഖുറാൻ യോജിക്കാത്ത ഒരു ഭാഗം വന്നാൽ അതെല്ലാം മാറ്റി തിരുത്തി എന്നൊരു പ്രയോഗം വരും. അത് തെളിയിക്കാനാവില്ല. അതതിലെ പ്രശ്നം. തെളിയിക്കാനാവാത്തതിന്റെ ഏറ്റവും വലിയ വിഷയം ഈ ജൂതനും ക്രൈസ്തവനും തമ്മിൽ ഇപ്പം നല്ല സൗഹൃദമൊക്കെ ആണെങ്കിലും പണ്ട് മുസ്ലിമിനും ക്രിസ്ത്യാനിക്കും ഉള്ള ഐക്യത പോലും ഇല്ല. അങ്ങനെയാണ്. നമുക്ക് ഇന്നിരുന്ന് സംസാരിക്കുന്ന പോലെയുള്ള ബന്ധം ഇപ്പോഴും ഉണ്ടല്ലോ. ഐഡിയോളജിക്കലാണല്ലോ നമ്മുടെ ഇതില്. പക്ഷെ ജൂതനും ക്രിസ്ത്യാനിയും കാണുന്നിടത്ത് വെച്ച് പ്രശ്നമാണ്. അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു. അങ്ങനെയെങ്കിൽ എങ്ങനെയാണ് ഈ ജൂതമത ഗ്രന്ഥമായ തൗറ അല്ലെങ്കിൽ തോറയോ ഇതൊന്നും തിരുത്താൻ ക്രിസ്ത്യാനിക്ക് പറ്റില്ല? ക്രിസ്ത്യാനിക്ക് എങ്ങനെ പറ്റും? അപ്പൊ തന്നെ ക്രൈസ്തവന്റെ കയ്യിൽ ഇതുണ്ട്, അത് ജൂതന് തിരുത്താൻ പറ്റില്ല. തിരുത്തി കഴിഞ്ഞാൽ നിങ്ങൾ പുസ്തകം തിരുത്തിയെന്നാവും. അപ്പൊ ഈ തിരുത്ത് ഒരിക്കലും നടക്കുന്ന കാര്യമല്ല. നടക്കാത്ത അതിന്റെ പരിശുദ്ധി കൊണ്ടല്ല, ഈ സ്കിസം. അതാണ് കാരണം. ഇപ്പൊ മൂലധനം തിരുത്തണമെന്ന് വെക്കുക. CPM തിരുത്തിയ CPI സമ്മതിക്കുമോ? അല്ലെ തീവ്ര ഇടതുപക്ഷം സമ്മതിക്കുമോ? അത് നടക്കുന്ന കാര്യമല്ല. അതിന്റെ മൂലകൃതി മാറ്റം വരുത്താൻ പറ്റില്ല. അപ്പൊ ഇത് ഇന്റൻഷണലി ഒരു മാറ്റമാണ് വരുത്തുന്നതെങ്കിൽ അവനവന്റെ ഇഷ്ടത്തിന് മാറ്റണമല്ലോ. ഇപ്പൊ ഒരു ഉദാഹരണം, ക്രൈസ്തവര് തിരുത്തുകയാണെങ്കിൽ ഈ തൃത്വത്തെ സംബന്ധിച്ച് വളരെ കുറച്ച് വചനങ്ങളെ ബൈബിളിലുള്ളൂ, വളരെ കുറച്ച്. അപ്പൊ തിരുത്തിയ ആളുകൾക്ക് വേണമെങ്കിൽ നമുക്ക് തൃത്വത്തെക്കുറിച്ച് വചനം കുറവായിട്ട് കുറേയേറെ അങ്ങ് എഴുതി വെക്കാമെന്ന് ചിന്തിച്ചാൽ പോരെ. അപ്പൊ അതുകൊണ്ടൊരു ഡോക്ടറിനെ സ്ഥാപിക്കാനായിട്ട് പറ്റുന്നില്ല, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഉദ്ദേശത്തിന് വേണ്ടി അത് തിരുത്താൻ പറ്റുന്നില്ല, കഴിയില്ല എന്നുള്ളതാണ്. കാരണം ക്രൈസ്തവന്റെ ഇടയിലുണ്ട് ഇഷ്ടം പോലെ നയത്തിൽ ചിന്തയിലൊക്കെ ഭയങ്കര വ്യത്യാസമുള്ളവരുണ്ട്. അപ്പൊ ആരാണ് ഇത് തിരുത്തുക? ആദ്യകാലങ്ങളിൽ ജേക്കബൈറ്റ് അല്ലെങ്കിൽ സിറിയൻ പാരമ്പര്യം ഉൾക്കൊള്ളുന്ന അന്ത്യോക്യൻ ക്രിസ്ത്യാനിറ്റി ഉണ്ട്. പിന്നെ കാത്തലിക് ക്രിസ്ത്യാനിറ്റി പിന്നീട് വരുന്നുണ്ട്. പിന്നീട് ഇങ്ങോട്ട് പലതരം ക്രൈസ്തവ വേർഷൻസ് വരുന്നുണ്ട്. അപ്പൊ ഇതിൽ ആർക്കാണ് തിരുത്താൻ കഴിയുക? എങ്ങനെ അത് സാധിക്കും? അതാണ് വിഷയം. മാത്രമല്ല, ഓൾഡ് ടെസ്റ്റമെന്റിന് ട്രാൻസ്ലേഷൻ ഉണ്ടായി കഴിഞ്ഞു ക്രിസ്തുവിന് 300 കൊല്ലം മുമ്പ്, സെപ്റ്റുവജന്റ്. അപ്പൊ സെപ്റ്റുവജന്റും ഈ ബൈബിളിലെ എബ്രാലേഖനം എഴുതിയേക്കുന്ന ഒരു സെപ്റ്റുവജന്റിനെ ബേസ് ചെയ്ത, ഗ്രീക്ക് ട്രാൻസ്ലേഷനായി ബേസ് ചെയ്ത, ഹീബ്രു അല്ല. 106 പര ഉദ്ധരണികളുണ്ട്, അതൊക്കെ എടുത്തിരിക്കുന്ന അവിടെ നിന്നാണ് സെപ്റ്റുവജന്റ് ട്രാൻസ്ലേഷൻ. അപ്പൊ ഈ സെപ്റ്റുവജന്റ് കിടക്കുന്നു, അപ്പുറത്ത് ഒറിജിനൽ ഹീബ്രു കിടക്കുന്നു. പിന്നെ പെഷിത്ത എന്ന ബൈബിൾ വരുന്നുണ്ട്, താർഗൂം വരുന്നുണ്ട്. അപ്പൊ ഈ താർഗൂം ബൈബിൾ, പെഷിത്ത ബൈബിൾ, ഇങ്ങനെ പരിഭാഷകളുടെ വലിയൊരു ഡസൻ ഒരു കുത്തെഴുക്കാണ് പിന്നെ ഇങ്ങോട്ട് വരുന്നത്. അപ്പൊ ഇത് എങ്ങനെ പോയി തിരുത്തും? ഇനി തിരുത്തി എന്ന് പറയുന്നതിന്റെ അടിസ്ഥാനം എന്താ? അപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം അംബേദ്കർ ഒരു കൃതി വായിച്ചു. അദ്ദേഹം സനാതന ധർമ്മത്തെ വിമർശിക്കുമ്പോൾ അതിന് പറയുന്നൊരു കാര്യം, ഞാൻ ഇതിനെ വിമർശിക്കാൻ ഒരളവുകോൽ രൂപപ്പെടുത്തിയിട്ടുണ്ട്. ആ അളവുകോൽ സമത്വം എന്നതാണ്. മനുഷ്യർ തമ്മിൽ സമന്മാരാണ്. അതിന് ചേരുന്നില്ല എങ്കിൽ ധർമ്മമല്ല. എനിക്കൊരു മെഷർമെന്റ് ഉണ്ട്, അത് സമത്വമാണ് എന്ന് പറഞ്ഞ പോലെ ഈ തിരുത്തി എന്നതിന്റെ ആ മെഷർമെന്റ് എന്താണ്? എന്ത് വെച്ച് അളന്നിട്ടാണ് തിരുത്തി എന്ന് കാണുന്നത്? എന്താണ് അതിന്റെ മാനദണ്ഡം? ഇങ്ങനെ ഒത്തിരി സങ്കീർണമായ ചോദ്യങ്ങളെ അവർ നേരിടേണ്ടി വരും. ഒരു കാര്യം പിന്നെ പറയാം, ഈ തിരുത്തൽ പോലെ തന്നെ വലുതാണ് ഈ സമീകരണം. സമീകരണം എന്ന് പറഞ്ഞാൽ അത് മുമ്പേ പറഞ്ഞ അംബേദ്കറുടെ ആശയത്തിൽ തന്നെ ഊന്നി പറയാം. ഈ ഒരു സാധനം കൊള്ളാമെന്നുണ്ടെങ്കിൽ അപ്പോഴേ സനാതന ധർമ്മികൾ അത് പിടിച്ചെടുക്കുന്നു. ഇപ്പൊ ബുദ്ധൻ കൊള്ളാം എങ്കിൽ നമുക്ക് ബുദ്ധനെ അങ്ങ് സ്വാമിയാക്കിയേക്കാം. അതല്ല, ശ്രീനാരായണ ഗുരു കൊള്ളാം, ശരി ഞങ്ങൾ ഇങ്ങെടുത്തു. യേശു ക്രിസ്തു കൊള്ളാം, ഞങ്ങൾ ഇങ്ങെടുക്കുക. അങ്ങനെയാണ് യേശുക്രിസ്തുവിന് ഒരു ദേവനായിട്ട് അംഗീകരിക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല, അപ്പം ഞങ്ങൾ എടുക്കുന്നു. നബി കൊള്ളാം, ശരി ഞങ്ങളിതാ എടുക്കുന്നു. അതിനെ ഹൈന്ദവൽക്കരിച്ചെടുക്കാൻ അവർക്ക് മടിയില്ല. അത് അവരുടെ ഒരു സ്വാംശീകരണമാണ് എന്ന് പറഞ്ഞ പോലെ ഇസ്ലാമിന് ചേരുമെങ്കിൽ ബൈബിളിലെ ചിലത് എടുക്കുന്നു, തിരുത്തിയതിലേക്കാണ് ഈ പോകുന്നത്. അപ്പൊ ഇത്രയും തിരുത്തി ഇത് തിരുത്താതുണ്ട് എന്ന്
എങ്ങനെ പറയുന്നു? അത് അപ്പോഴേ ലോജിക്കലി അത് മുഴുവൻ പോയി, ഫാലസി ആയി കഴിഞ്ഞു. ഇതിന് നമുക്ക് ഉത്തരം തരേണ്ടത് ആരായിരുന്നു? നമ്മളൊരു ഇന്റർ റിലീജിയസ് ടോക്കില് ക്രൈസ്തവർക്കും ഇസ്ലാമികൾക്കും ഇടയിലുള്ള ഗഹനമായ തർക്കത്തിന് മറുപടി പറയേണ്ട ആൾ മുഹമ്മദ് ആയിരുന്നു. കാരണം മുഹമ്മദിന് ശേഷം ഇനി ഒരാൾ വരാനില്ലെന്നാണ്. നമ്മൾ തമ്മിലുള്ള എല്ലാ തർക്കങ്ങളും തീർക്കത്തക്ക ഒരു പ്രബന്ധം നിങ്ങൾ തമ്മിൽ ദണ്ട് ഇങ്ങനാണ് സുഹൃത്തെ, അതിന്റെ ബാക്കിയാണ് ദണ്ടിത്, അത് ഞാൻ തന്നെയാണ് ദണ്ട് ഇങ്ങനെയാണത്, ഇങ്ങനെ പറയേണ്ട ആള് പറഞ്ഞതിനപ്പുറത്തേക്ക് നിങ്ങൾക്ക് പോകാൻ പറ്റില്ല. അപ്പൊ ഒരു മുഹമ്മദിയൻ അല്ലെങ്കിൽ ഇസ്ലാമിയൻ പരമാവധി വിയോജിക്കാവുന്നത് ഖുറാന്റെ അടിസ്ഥാനത്തിൽ ക്രിസ്തു ദൈവോത്തരനല്ലെന്ന് പറയാം, ക്രിസ്തു ഉയർത്തെഴുന്നേറ്റില്ലെന്ന് പറയാം, തിരുക്കുടുംബം തെറ്റാണെന്ന് പറയാം. വേറെ എവിടെയും ഒരു വിയോജിപ്പ് കാണുന്നില്ല എന്നതാണ് എനിക്ക് തോന്നുന്ന കാര്യം. ഓക്കെ. ഓക്കെ. അല്ല, ഞാൻ ബ്രദറെ ഞാനൊന്ന് പാസ്റ്റർക്ക് ഒന്ന് പറഞ്ഞു കൊടുക്കട്ടെ. പാസ്റ്ററെ, ഞാനിവിടെ സംസാരിച്ചിരുന്നു, ഞങ്ങൾ 2 മണിക്കൂറോളം സംസാരിച്ചു. ഞാനൊരിക്കലും ബൈബിൾ ഇക്കുണ്ടല്ലോ ഇവിടെ കേട്ടവരുണ്ട്, ഞാൻ ഒരിക്കലും ബൈബിൾ തിരുത്തി എന്നല്ല ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞത് എന്താണ്, ഞാനിവിടെ ഖുർആന്റെ കുറച്ച് വചനങ്ങൾ വെച്ചിട്ട് പിൽക്കാലത്ത് വന്ന പണ്ഡിതന്മാർ, യഹൂദ പണ്ഡിതന്മാർ അതിലൂടെ അവരുടെ ഒരു ശൈലിയിൽ എഴുതിയിട്ട് ഇത് ദൈവത്തിൽ നിന്നാണെന്ന് പറഞ്ഞവർ വാദിച്ചു എന്നാണ് ഖുർആന്റെ വാദം. ഇതാണ് ഞാൻ പറഞ്ഞത്. താങ്കൾ ചോദിച്ചിട്ട് തിരുത്തി എന്നല്ല. അപ്പൊ ഞാൻ അതെന്താണ് അവിടെ വാദം? എന്തായിരുന്നു ഖുർആന്റെ വാദം? അവിടെയുള്ള പണ്ഡിതന്മാർ, അവർ പിൽക്കാലത്ത് വന്നവർ, ഇത് അവരുടെ കൈകൾ കൊണ്ട് എഴുതിപ്പെട്ടിട്ട് ഇത് ദൈവത്തിൽ നിന്നുള്ളതാണെന്ന് അവർ വാദിച്ചു. ഇതാണ് ഖുർആൻ പറയുന്നത്. ഇത് തന്നെയല്ലേ ഇവിടെ ബൈബിളിൽ നടന്നിട്ടുള്ളത്. പിന്നീട് വന്നിട്ടുള്ള അപ്പോസ്തലന്മാരായാലും അവരുടെ കൈകൾ എഴുതപ്പെട്ടിട്ട് അവർ പറഞ്ഞു ഇത് ബൈബിളിൽ അല്ലെ, ഇത് ദൈവത്തിൽ നിന്നുള്ളതാണെന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തു? ഇതിൽ കൂട്ടിച്ചേർക്കപ്പെട്ടു. ഇതാണ് എന്റെ വാദം. ഇത് തന്നെയാണ് ഞാൻ 2 മണിക്കൂറായിട്ട് ഇവിടെ ഇരുന്ന് പറഞ്ഞത്. അത് ഇതില് നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? അതാണ് ഞാൻ ചോദിച്ചത് കൊടുത്തോട്ടം. അതായത് ഇങ്ങനെ എഴുതപ്പെട്ടു, അപ്പോസ്തലന്മാരായാലും യേശുവിന് 100 വർഷങ്ങൾക്കോ 200 വർഷങ്ങൾക്ക് ശേഷം 11 അപ്പോസ്തലന്മാര് അവരുടെ രീതിയിൽ അവരെഴുതി. ഇതാണ് ഖുർആൻ പറയുന്നത്. ഇതിനെയാണ് ഞാനിവിടെ പരാമർശിച്ചത്. താങ്കൾ അറിയാൻ വേണ്ടി പറഞ്ഞതാണ്. അല്ലാണ്ട് തിരുത്തപ്പെട്ടെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ബൈബിൾ തിരുത്തപ്പെട്ടെന്നല്ല, അതിൽ പല വാക്യങ്ങൾ കയറി വന്നു, മാനുഷികമായ നിർമ്മിതികൾ ഉണ്ടായി എന്നുള്ളതാണ് ഖുർആന്റെ വാദം. സാറേ, അതിൽ എന്ന് പറഞ്ഞാൽ ഏതിൽ കൂട്ടിച്ചേർത്തു എന്നാ, ഏതിൽ. അപ്പൊ ബേസ് എന്താന്ന് പറ, ഇന്നതായിരുന്നു ബേസ്, അതിന്റെ കൂടെ ഇത്രയും ലേറ്റർ ആഡിങ്സ് ആണ്, പിന്നെ വന്ന സാധനമാണ് എന്നത് പറ. അത് എന്താ ഞാൻ പറ, കോർ എന്താ? അങ്ങനല്ല പാസ്റ്ററെ. അതായത് ഈ അപ്പോസ്തല പ്രവൃത്തികളുണ്ടല്ലോ, ഈ 11 അപ്പോസ്തല പ്രവൃത്തി ബൈബിളിൽ കാണുന്ന, അത് ഈ യേശുവിന്റെ ഈസയുടെ കാലത്തുണ്ടായിരുന്നതല്ല. പിന്നീട് അദ്ദേഹത്തിന്റെ മരണശേഷം അപ്പോസ്തലന്മാരായ ആളുകൾ അവരുടെ കൈകളിൽ എഴുതപ്പെട്ടതാണ്. ഇത് ഞങ്ങൾ എന്താണ്, ഖുർആൻ പറയുന്ന ഇഞ്ചീലിൽ പെട്ടതല്ല എന്നായിരുന്നു എന്റെ വാദം. ഖുർആൻ പറയുന്ന ഇഞ്ചീൽ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ വിശ്വാസപ്രകാരം ഈസാ നബി അലൈഹി ഇസ്ലാമിന് അള്ളാഹു ഇറക്കപ്പെട്ടത്, മുഹമ്മദ് നബിക്ക് ഇറക്കപ്പെട്ടത് പോലെയുള്ള ഒരു സംഹിതയാണ് ഇഞ്ചീൽ. അതിനെയാണ് ഖുർആനിയുടെ വേദഗ്രന്ഥം എന്ന് അഭിസംബോധന ചെയ്യുന്നത്. അല്ലാതെ ഇന്ന് കാണുന്ന നിങ്ങളുടെ കൈകളിൽ അത് എവിടെ? അതിന്നില്ല, അത് ലഭ്യമല്ല. അതാണല്ലോ ഖുർആൻ പറഞ്ഞത്. അതിലൂടെ എന്ത് ചെയ്തു? അതുണ്ടെങ്കിൽ പോലും അതിലൂടെ എന്ത് ചെയ്തു? പിൽക്കാലത്ത് കൊടുത്തിട്ട് ഞാൻ പറയട്ടെ, അതിലൂടെ പിൽക്കാലത്ത് എന്ത് ചെയ്തു? യഹൂദ പണ്ഡിതന്മാർ അവരുടെ രീതിയിലുള്ള ശൈലികൾ അതിൽ കൂട്ടിച്ചേർത്തു. എന്നിട്ട് എന്ത് ചെയ്തു? ഇത് ദൈവത്തിൽ നിന്നാണെന്നും വാദിച്ചു. ഇതാണ് ഖുർആൻ പ്രൂവ് ചെയ്തതൂടെ. അല്ല സാറേ, ഞാൻ ചോദിച്ചത് ഈ ഒറിജിനല് എന്തിയേ, അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞു ഈസാ നബിക്ക് ഇറക്കി കൊടുത്തു, അതെന്താണ് സാധനം നിങ്ങൾക്ക് അറിയാവോ? അദ്ദേഹത്തിന്റെ എന്താണ് മതസംഹിത, അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലുള്ള അദ്ദേഹത്തിന്റെ ജനതകൾക്ക് എന്താണ് അവരുടെ നിയമാവലി എന്താണ് ആ കാലഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ, അതാണ് അതിൽ ഒരുപാട് ബൈബിളിലുണ്ടല്ലോ കഥകൾ, ചരിത്ര കഥകളുണ്ട് അദ്ദേഹത്തിന്. അതായത് നിങ്ങളുടെ ഊഹമല്ല, നിങ്ങൾ ചിന്തിക്കുന്നതല്ല വേണ്ടേ. അതായത് ഖുർആന്റെ അടിസ്ഥാനത്തിൽ എന്താണ് ഇഞ്ചീൽ എന്ന് പറയുന്നത്? അതാണ് ഞാൻ പറഞ്ഞത്. ഇഞ്ചീൽ എന്ന് പറഞ്ഞത് ഈസാ നബിക്ക്, ഇപ്പൊ മുഹമ്മദ് നബിക്ക് ഇറക്കപ്പെട്ട ഖുർആൻ പോലെ അദ്ദേഹത്തിന് ഇറക്കപ്പെട്ട ഒരു വേദഗ്രന്ഥമാണ് ഇഞ്ചീൽ. അതിന് ഉത്തരം പറയും. അതെനിക്ക് മനസ്സിലായി. അതെനിക്ക് മനസ്സിലായി. അത് ഫ്രെയിമാണ്, അതിനുള്ളിലെ കാര്യം ചോദിക്കുന്നത്. അതായത് ഇഞ്ചിയിലുള്ള ആ വസ്തുതകൾ എന്തായിരുന്നു എന്ന് മുഹമ്മദിന് അറിയാമായിരുന്നു. അത് അള്ളാഹു പറഞ്ഞു കൊടുക്കുന്നുണ്ടല്ലോ, ഇതിന് പ്രൂവ് ചെയ്യുന്നുണ്ട്, ഇത് ഖുറാനിൽ പ്രൂവ് ചെയ്യുന്നുണ്ട്, ഇതായിരുന്നു എന്ന് പറയുന്നുണ്ടല്ലോ. സാറേ, അതല്ല ചോദ്യം, ഇതിന്റെ കണ്ടന്റാ ചോദിക്കുന്നത്. അത് മുഹമ്മദിന് അറിയാമായിരുന്നു, ഇന്ന കാര്യങ്ങൾ അതിൽ ഉണ്ടായിരുന്നു, അതിലേക്ക് ഇന്നത് ചേർത്തു മുഹമ്മദിന് അറിയാമായിരുന്നു.
ആ അതുകൊണ്ട് അത് ഖുർആൻ വ്യക്തമായിട്ട് പറയുന്നുണ്ടല്ലോ. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ 3 വാക്യങ്ങൾ ഞാൻ അവിടെ വായിച്ചത്. ബക്കറയുടെ 70-70 സൂറത്തുൽ ബക്കറ 2-79 3-80. അതല്ല എന്റെ ചോദ്യം അതാ. അതെനിക്ക് മനസ്സിലായി. എനിക്ക് ആ പിന്നെ അത് തന്നെ സുഹൃത്ത് പറയുന്നത്. എന്റെ ചോദ്യം അതല്ല. ഒരു കറപുരളാത്ത ഈ പറഞ്ഞ പോലെ പണ്ഡിതന്മാർ കൂട്ടിച്ചേർക്കാത്ത ഏതോ ഒരു കണ്ടന്റ് ഇഞ്ചിയിൽ എന്ന പേരിൽ ഇറക്കി കൊടുത്തു. നിങ്ങളുടെ ഭാഷയിൽ പറഞ്ഞ, ഞങ്ങൾ അങ്ങനെയുള്ള ഒരു വിശ്വാസമൊന്നുമില്ല. ഇറക്കി കൊടുത്ത ആ സാധനം എന്താണെന്ന് മുഹമ്മദിന് അറിയാമായിരുന്നു. എനിക്കറിയത്തില്ല, ഞാൻ അതിനെ കുറിച്ച് പഠിച്ചിട്ടില്ല. പിന്നെന്തോ മുഹമ്മദ് വിശദീകരിക്കാൻ നബിക്ക് വന്നേ. പക്ഷെ ഖുർആനിലൂടെ അള്ളാഹു പറയുന്നുണ്ട്, മുൻകാല വേദങ്ങളുണ്ട്, അതിനെ നീ പ്രൂവ് ചെയ്യണം, അതിങ്ങനെയായിരുന്നു എന്ന് പറയുന്ന ഖുർആൻ തന്നെയാണ് ഇങ്ങനെ എന്ത് പറയുന്നത്, പണ്ഡിതന്മാരുടെ കൈകടത്തിലുണ്ടെന്ന് ഖുർആൻ പറയുന്നുണ്ട്. അപ്പൊ ഇത് രണ്ടും മുഹമ്മദ് നബിക്ക് അറിയാമായിരിക്കാം. ഇത് രണ്ടും വ്യത്യസ്തമായിട്ട് ഖുർആൻ പഠിച്ചിട്ടുണ്ടാവും, അല്ല മുഹമ്മദ് നബി ബക്കറ പഠിച്ചിട്ടുണ്ടാകും. പറഞ്ഞ ബക്കറയിലെ വാക്യം പറഞ്ഞ നിങ്ങൾ പറഞ്ഞ ബക്കറയിലെ വാക്യം പറഞ്ഞ് ആയത്ത് പറഞ്ഞ് വേണ്ടിട്ടെ ഞാൻ നോക്കട്ടെ. ആ, 2-79 ഫസ്റ്റ്. ഞാൻ അതാണ് ഇവിടെ പ്രൂവ് ചെയ്യുന്നത്. അത് അങ്ങനെ 2-79 താങ്കൾ വായിച്ചു നോക്കുക. അങ്ങനെ ഖുർആനിൽ എഴുതണമെന്നുണ്ടെങ്കിൽ അതിലൊരു മിസ്മാച്ച് എന്താണ്, അന്ന് ആ കാലത്ത് അവരുടെ വിശ്വാസത്തിൽ ഉണ്ടായത് കൊണ്ടാണല്ലോ ഖുർആനിൽ ഈ 2-79 വരാൻ കാരണം, 14 നൂറ്റാണ്ടുകൾക്ക് മുന്നേ. ഇതാണ് ഞാനിവിടെ പ്രൂവ് ചെയ്തത് 2 മണിക്കൂറായിട്ട്. അതിന് വിപരീതമായി ചില കാര്യങ്ങൾ കാണിച്ചു തരാം. അവിടെ പറഞ്ഞെങ്ങനെയാണെന്നറിയണ്ടേ. എന്നാൽ അവർക്കറിഞ്ഞുകൂടെ, അവർ രഹസ്യമാക്കുന്നതും പരസ്യമാക്കുന്നതും അല്ലാഹു അറിയുന്നുണ്ടെന്ന്. അക്ഷരജ്ഞാനമില്ലാത്ത ചില ആളുകളും ഇസ്രായേലിലുണ്ട്. ചില വ്യാജങ്ങൾ വെച്ച് പുലർത്തുന്നതല്ലാതെ വേദഗ്രന്ഥത്തെപ്പറ്റി അവർക്കൊന്നും അറിയില്ല. അവർ ഊഹിക്കുക മാത്രമാണ് ചെയ്യുന്നത്. എന്നാൽ സ്വന്തം കൈകൾ കൊണ്ട് ഗ്രന്ഥം എഴുതി ഉണ്ടാക്കുകയും എന്നിട്ട് അത് അല്ലാഹുവിൽ നിലവിച്ചതാണെന്ന് പറയുകയും ചെയ്യുന്നവർക്ക് നാശം. അത് മുഖേന വില കുറഞ്ഞ നേട്ടങ്ങൾ ഉണ്ടാക്കുവാൻ വേണ്ടിയാണ് അവരത് ചെയ്യുന്നത്. അവരുടെ കൈകൾ എഴുതിയ വകയിലും അവർ സമ്പാദിക്കുന്ന വകയിലും അവർക്ക് നാശം. ഈ അക്ഷരജ്ഞാനമില്ലാത്ത ആളുകൾ എഴുതി ഉണ്ടാക്കിയ കാര്യം ഇനി പറയുന്നത്. പണ്ഡിതന്മാരെന്നാ താങ്കൾ എന്നോട് പറഞ്ഞത്, ഇപ്പൊ പറഞ്ഞത്. ഇനി വേറൊരു കാര്യം കൂടെ ഉള്ളത്, 3-13 ശ്രദ്ധിക്കുക. 3-13 ഈ പറഞ്ഞ വാക്യം നിങ്ങൾ പറഞ്ഞതിനാട്ടോ, നിങ്ങൾ ഖുർആൻ ആയിട്ട് വിപരീതമാണെന്നല്ല, ഇപ്പൊ സുഹൃത്ത് പറഞ്ഞ സംഭവമായിട്ട് നേരെ വിപരീത ഒരു സംഗതി കാണാം. ആലു ഇമ്രാനില് അത് വേദം നൽകപ്പെട്ടിരിക്കുന്നവർക്കിടയിൽ, അത് ഈ ഖുറാനിൽ തന്നെ ഞാൻ എടുത്തുദ്ധരിക്കാം, അതാണ് എന്റെ ഭംഗി. സോറി, 113 113 പറയുന്നു, അവരെല്ലാവരും ഒരുപോലെ അല്ല, നേർമാർഗത്തിൽ നിലകൊള്ളുന്ന സമൂഹവും വേദക്കാരിലുണ്ട്. രാത്രി സമയങ്ങളിൽ സുജൂദിൽ ഏർപ്പെട്ടുകൊണ്ട് അവർ അള്ളാഹുവിന്റെ വചനങ്ങൾ പാരായണം ചെയ്യുന്നു. അവർ 2 തരം ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഇവിടെ കാണാൻ പറ്റും. ഒന്ന്, അക്ഷരജ്ഞാനമില്ലാത്തവര് അള്ളാഹുവിന്റെ പേരിൽ എന്തോ എഴുതി ഉണ്ടാക്കുന്നു, ഇതാണ് ഒന്ന്. രണ്ടാമതൊരു കൂട്ടർ, അവർ എല്ലാവരും ഒരുപോലെ അല്ല, നേർമാർഗത്തിൽ നിലകൊള്ളുന്നൊരു സമൂഹവും വേദക്കാരിലുണ്ട്. രാത്രി സമയങ്ങളിൽ സുജൂദിൽ ഏർപ്പെട്ടുകൊണ്ട് അവർ അള്ളാഹുവിന്റെ വചനങ്ങൾ പാരായണം ചെയ്യുന്നു. അപ്പൊ മുഹമ്മദിന്റെ കാലത്ത് അള്ളാഹുവിന്റെ വചനം പാരായണം ചെയ്യുന്നവരുമുണ്ട്. ഇത് ശരിയാണെങ്കിൽ അക്ഷരജ്ഞാനമില്ലാത്ത കുറെ പേര് അവരുടേതായ കൃതികൾ പുറത്തിറക്കുന്നുമുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതിനെ ഇവിടെയാണ് പരാജയപ്പെട്ടു പോകുന്നത്. കാരണം എന്താ വെച്ചാൽ നിങ്ങളുടെ വാദം അവിടെ നിൽക്കില്ല. അപ്പൊ ആരാണ് ഈ നല്ല വേദത്തെ പറഞ്ഞു അല്ല കൊടിത്തോട് സാറേ, ഞാൻ പറഞ്ഞതിലേക്ക് തന്നെയാണ് താങ്കൾ വരുന്നത്. ഞാനിവിടെ നേരത്തെ ഇവരോട് പറഞ്ഞത് ഇത് തന്നെയാണ്. അള്ളാഹിന്റെ റസൂലിന്റെ കാലത്ത് മക്കയിലും മദീനയിലും 2 വിഭാഗത്തിലുള്ള യഹൂദ ക്രൈസ്തവരുണ്ടായിരുന്നു. ഞങ്ങൾ ഇത് പറഞ്ഞു പോയതാണ്. ഞാൻ പറഞ്ഞതിലേക്ക് തന്നെയാണ് താങ്കളും വരുന്നത്. അത് 2 വിഭാഗം ആളുകളുണ്ടായിരുന്നു. നേർമാർഗത്തിൽ നടന്നവരും ഉണ്ടായിരുന്നു, അസാൻമാർഗമായിട്ട് അതിനെ വിലയിരുത്തിയവരും ഉണ്ടായിരുന്നു. ഇത് തന്നെയാണ് എന്റെ വാദം. അല്ല, അതല്ല നിങ്ങളുടെ വാദം. എന്റെ വാദം അതല്ല. നിങ്ങളുടെ വാദം അതാണ്. എന്റെ വാദം 2 കൃതികൾ ഉണ്ടെന്നാണ് ഈ പറഞ്ഞു വരുന്നതിന്റെ അടിസ്ഥാനത്തിൽ. 2 കൃതി, ഒന്ന് നല്ലത്, 2 അക്ഷരജ്ഞാനം ഇല്ലാത്തവന്റെ. മനസ്സിലായില്ലേ? നല്ല രീതിയിൽ പാരായണം ചെയ്യുന്നവർ അവിടെ ഉണ്ടായിരുന്നു. അവരെല്ലാം അള്ളാഹുവിന്റെ വചനങ്ങൾ നല്ലപോലെ പാരായണം ചെയ്യുന്നവരിരുന്നു. അത് ഈ കൈ കടത്തിയ പുസ്തകമാണോ വായിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ പ്രശംസിക്കൂ ഈ 113. അങ്ങനെയെങ്കിൽ ആ കൃതിക്ക് എന്ത് പറ്റി? മുഹമ്മദിന്റെ കാലത്തുണ്ടല്ലോ അത്. ആ കൃതിക്ക് എന്താണ് പറ്റിയത്? അത് എന്താണ്?
അത് എവിടെ വെച്ച് നശിച്ചു? ആര് നശിപ്പിച്ചു? അപ്പൊ പിന്നെ ബാക്കി വന്നില്ല ഈ കള്ളം മാത്രം എഴുതിയ, അല്ലെങ്കിൽ ഇങ്ങനെ അക്ഷരജ്ഞാനം ഇല്ലാത്ത ആളുകൾ. അക്ഷരജ്ഞാനം ഇല്ലാത്തെന്ന് പറഞ്ഞാൽ പൗലോസിനെയൊക്കെയാണ് പറയുന്നതെങ്കിൽ അതിലും വലിയ കോമഡിയാ അത്. മനസ്സിലായില്ലേ? അക്ഷരജ്ഞാനം ഇല്ല എന്ന് പൗലോസിനെ കുറിച്ചാണ് പറയുന്നെങ്കിൽ കോമഡിയുടെ അതിനപ്പുറത്ത് കോമഡി ഇല്ല. അപ്പം അതുകൊണ്ട് ആരാണ് അക്ഷരജ്ഞാനം ഇല്ലാത്തവരും ഇപ്പുറത്ത് നല്ല രീതിയിൽ വായിച്ചവരും? എന്റെ പുസ്തകമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്, ഗ്രന്ഥം. ആ ഗ്രന്ഥം നല്ല രീതിയിൽ ഒരു ഗ്രന്ഥം അവിടെ ഉണ്ട്. ഇതാണ് നമ്മൾ സൂചിപ്പിച്ചത്. പിന്നെന്താണ് പറയുന്നത്? തോറ വായിക്കുക. 3:93 പറയുന്ന തോറ നിങ്ങൾ വായിക്കുക. ഇല്ലാത്ത സാധനം എങ്ങനെ വായിക്കും? ഒറിജിനൽ അല്ലാത്തൊരു സാധനം എങ്ങനെ വായിക്കുന്നേ? തോറ വായിക്കാൻ പറയുന്ന ആ ഭാഗം 3:93. എല്ലാ ആ, ത- എല്ലാ ആഹാര പദാർത്ഥവും ഇസ്രയേൽ സന്തതികൾക്ക് അനുവദനീയമായിരുന്നു. തൗറത്ത് അവതരിപ്പിക്കപ്പെടുന്നതിന് മുമ്പായി ഇസ്രയേൽ തന്റെ കാര്യത്തിൽ നിഷിദ്ധമാക്കിയതൊഴികെ നബിയെ പറയുക, നിങ്ങൾ സത്യവാന്മാരാണെങ്കിൽ തൗറത്ത് കൊണ്ടുവന്നതൊന്ന് വായിച്ചു കേൾപ്പിക്കുക. ഇനി അടുത്തത് ഇതേ കാര്യം തന്നെ വേദ വേദക്കാരുടെ നാം തന്നെയാണ് തോറ അവതരിപ്പിച്ചത്. ഇനി 5:47 പേര് സ്ഥലം ഇഞ്ചിയിൽ അനുസരിച്ച് ക്രിസ്ത്യാനികൾ വിധിക്കട്ടെ, മുസ്ലിങ്ങൾ അവർക്ക് കിട്ടിയ വിധി അനുസരിച്ചും വിധിക്കട്ടെ. അപ്പോൾ 5:47. അപ്പൊ നിങ്ങളുടെ വാദം എങ്ങനെ നിൽക്കുന്നേ? നിങ്ങളുടെ വാദം അനുസരിച്ച് പണ്ഡിതന്മാരെന്തോ അവരെ അറിവൊക്കെ വെച്ച് ഏതാണ്ട് എഴുതിയിട്ട് അത് അള്ളാഹുവിൻ്റെ ആണെന്ന് പറഞ്ഞു എന്നാ. പക്ഷെ ഖുറാനിൽ കിടക്കുന്നത് അക്ഷരജ്ഞാനമില്ലാത്തവരെന്തൊക്കെയോ പറഞ്ഞു എന്നുള്ളതാണ് വിമർശനാത്മകം. അല്ലാതെ എവിടെയാണ് ഇതിനെ വിമർശിച്ച് കാണുന്നത്? അല്ലെങ്കിൽ ഇത് ഏതാണെന്ന് പറയണ്ടേ? അന്ന് സർക്കുലേറ്റ് ചെയ്യുന്ന താങ്കള് പോയിന്റിലേക്ക് തന്നെ, ഞാൻ പറഞ്ഞ പോയിന്റിലേക്കാണ് പാസ്റ്ററും വന്നത്. ഞാനിതാണ് ഇവരോട് ഇത്രയും നേരം പറഞ്ഞിരുന്നത്. അതായത് അന്ന് 2 വിഭാഗം ഉണ്ട്. അള്ളാഹു പറഞ്ഞ വേദഗ്രന്ഥമാണ് താങ്കളോട് പ്രൂവ് ചെയ്തത്. ഇപ്പൊ അതായത് അള്ളാഹു പറഞ്ഞ വേദഗ്രന്ഥം അറിയുന്ന, ഈ ഇഞ്ചീലിനെ കുറിച്ച് അറിയുന്ന യഹൂദ പണ്ഡിതന്മാരും ക്രൈസ്തവരും അവിടെ ഉണ്ടായിരുന്നു. ഇത് ഞാൻ തർക്കിക്കുന്നില്ല. ഇതാണ് ഞാൻ ഇത്രയും നേരം ക്യുപ്പിനോട് പറഞ്ഞത്. അവിടെ 2 വിഭാഗം ആളുകൾ ഉണ്ടായിരുന്നു. അത് ആ ഏത് മറ്റേ അല്ലല്ല ഞാൻ പറയട്ടെ കൊടുത്തിട്ട് സാറേ. അതായത് ഞാൻ പറഞ്ഞത് ഖുർആൻ പറയുന്ന വേദം ഉണ്ടല്ലോ. ഞാനൊന്ന് പ്രൂവ് ചെയ്യാം. ഗ്രന്ഥം. അതായത് ഞാൻ പറയട്ടെ, അതാണ് ഞാൻ പറഞ്ഞു വന്നത്. അതായത് അള്ളാഹു പറയുന്ന ഗ്രന്ഥം ഉണ്ടല്ലോ, നിങ്ങളുടെ മുൻകാലത്തെ ഗ്രന്ഥത്തെ എന്താണ് സത്യമാക്കിക്കൊണ്ട് ആണ് ഈ ഗ്രന്ഥം ഇറക്കപ്പെട്ടെന്ന് പറഞ്ഞല്ലോ. ആ ഗ്രന്ഥമാണ് ഈ പറഞ്ഞത്. അവിടെയുള്ള സത്യവിശ്വാസികളായ യഹൂദന്മാരുടെ കയ്യിൽ ഇഞ്ചീൽ എന്ന് പറയുന്ന ഒരു ഗ്രന്ഥം ഉണ്ടായിരുന്നു. അതാണ് ഞാൻ 2 വിഭാഗം ആളുകൾ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഖുർആന്റെ മറുഭാഗത്ത് എന്ത് പറയുന്നത്? ബക്കറയുടെ 70-ാമത്തെ ആയത്തിൽ പറയുന്നത്, നിങ്ങളെ കൈകൾ കൊണ്ട് എഴുതപ്പെട്ടത് അത് അള്ളാഹുവിൽ നിന്നാണെന്നും അല്ലെങ്കിൽ ദൈവത്തിൽ നിന്നാണെന്നും നിങ്ങൾ വാദിച്ചു എന്ന് ഖുർആൻ പറയേണ്ടി വന്നത് അതുകൊണ്ടാണ്. ഈ 2 വിഭാഗം ഉള്ളത് കൊണ്ട്. മനസ്സിലായോ? അപ്പൊ അന്നത്തെ കാലത്ത് എന്താണ് യഥാർത്ഥമായിട്ടുള്ള എന്താണ് അള്ളാഹുവിന്റെ ഗ്രന്ഥം എന്നുള്ളതും അതിൽ യഥാർത്ഥമല്ലാത്തതായ 2 വിഭാഗങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. ഇത് തന്നെയാണ് ഖുർആന്റെ സമർത്ഥനം. ഇത് തന്നെയാണ് ഞാൻ ഇത്ര നേരം ഇവിടെ പറഞ്ഞുകൊണ്ടിരുന്നതും. അത് തന്നെയാണ് താങ്കൾ ഇവിടെ സമർത്ഥിച്ചതും. നമ്മൾ രണ്ടാളും ഒരു കൺക്ലൂഷനിലാണ് എത്തിയത്. ഇത് തന്നെയാണ് ഇത്ര നേരം ഞാൻ പറഞ്ഞത്. ഒരു കൺക്ലൂഷൻ അല്ല, ഞാൻ 2 പുസ്തകത്തെ പറ്റി പറഞ്ഞു, നിങ്ങൾ 2 ആളുകളെ പറ്റി പറയും. ഞാൻ പുസ്തകത്തെ പറ്റി പറഞ്ഞൂടെ? ഞാൻ പറഞ്ഞു കൈകൊണ്ട് എഴുതിയ പുസ്തകം, അതാരാണ് എഴുതിയപ്പെട്ടത്? അത് അന്നത്തെ യഹൂദന്മാര് അവരുടെ കൈകൊണ്ട് എഴുതപ്പെട്ട പുസ്തകത്തെ കുറിച്ചാണ് ഞങ്ങൾ ചർച്ച ചെയ്തതൂടെ. സാറേ അതല്ല, താങ്കൾ ചോദ്യത്തിൽ നിന്ന് മാറാതെ, അതായത് ചോദ്യം ഇതാണ്, അങ്ങനെയെങ്കിൽ നല്ലൊരു കുഴപ്പമില്ലാത്ത ഗ്രന്ഥം ഉണ്ടായിരുന്നല്ലോ ഈ മുഹമ്മദിന്റെ കാലത്ത്. നല്ല അതിനെന്ത് പറ്റി? പിൽക്കാലത്ത് നശിക്കപ്പെട്ടിട്ടുണ്ടാകാം. ഇന്നത്തെ കാലഘട്ടത്തിൽ അതില്ല. അല്ലെങ്കിൽ അതിനെന്താ അതിലൂടെ എന്താകാം? അല്ല ഞാൻ ഉത്തരം പറഞ്ഞുതരാം. അതിൽ കൂടെ അതിന് ഉത്തരം പറയാൻ കൊടുത്താറ് ഒരു മിനിറ്റ്. അല്ല പാസ്റ്റർ, ഞാൻ അതിനല്ല താങ്കൾ ചോദിച്ചു അതെന്തായിട്ടുണ്ടാകാം. അതിന് ഞാൻ പറയാം. ഒന്നില്ലെങ്കിൽ അതിലൂടെ എന്ത് ചെയ്യാം? ഈ പറയുന്ന വസ്തുതകൾ ഈ ഗ്രന്ഥത്തിലൂടെ കയറി വന്നിട്ടുണ്ടാകാം പിൽക്കാലത്ത്. ഇപ്പൊ എഴുതപ്പെട്ട മാനുഷ്യ നിർമ്മിതമായ വസ്തുക്കൾ അതിലൂടെ കടന്നുകൂടി ആ ഒരു രീതിയിൽ ആ ഗ്രന്ഥമായി മാറി. ഇന്ന് കാണുന്ന ആധുനിക ഗ്രന്ഥം അങ്ങനെയായി മാറി. താങ്കൾ പറഞ്ഞത് ശരിയാണ്. ഇല്ല, ഞാൻ പറയുന്നത് ശരി. എന്നാന്ന് വെച്ചാൽ നിങ്ങൾ ഊഹമാകാമെന്ന് പറയുമ്പോഴത്തേക്ക് 570 സത്യത്തിൽ യഥാർത്ഥത്തിൽ അതിലൂടെ അങ്ങനെ ഇടയ്ക്ക് കയറാതെ ഇത് കേട്ടെ. താങ്കൾ പറഞ്ഞ മനസ്സിലായി. ഞാനും എനിക്ക് ഇത്രേ ഉള്ളൂ. ഞാൻ പറഞ്ഞ മനസ്സിലായി. പക്ഷെ താങ്കൾ അത് ഒരു ബാലിശമായ കാര്യത്തിൽ പിടിച്ചു നിൽക്കരുത് കേട്ടെ. ഈ മുഹമ്മദ് ജനിക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഇതിലെ പോകുമ്പം ഉദയംപേരൂർ സുന്നതോസ് പള്ളി എന്ന് പറഞ്ഞൊരു കെട്ടിടമുണ്ട്. നമ്മുടെ ഉദയംപേരൂർ ഭാഗത്ത് വലിയ പ്രസിദ്ധമായ പള്ളിയാണ്. ഭയങ്കര സംഭവം. പോർച്ചുഗീസുകാർ വന്ന്
ഈ യാക്കോബക്കാരെ കാത്തലിക്സാക്കാൻ ശ്രമിച്ച വലിയൊരു സംഭവങ്ങളുടെ പള്ളിയാണ്. ആ പള്ളിയുടെ അതിലെ ഇപ്പൊ ഒന്ന് പോകണം. അവിടെ എസ്റ്റാബ്ലിഷ്ഡ് 510 AD എന്ന് കാണാം. ആ പള്ളി പണിത് 510 AD മുഹമ്മദിനും 60 വർഷം മുമ്പ് ഉണ്ടാക്കിയ പള്ളിയാ ഇപ്പൊ. ആ പള്ളി അങ്ങനെ തന്നെ ഇരിക്കുകയെന്നല്ല, ആ സ്ഥലം അല്ലെങ്കിൽ അതിന്റെ റെനോവേറ്റ് ഒക്കെ ചെയ്ത് കാണും. അതെനിക്ക് അഭിപ്രായ വ്യത്യാസമില്ല. അപ്പൊ അതിപ്പോ മ്യൂസിയം ആണ് കേട്ടോ അവിടെ. മുഹമ്മദിന് 60 വർഷം മുമ്പ് ബൈബിൾ ഉപയോഗിക്കുന്നവൻ കേരളത്തിലുണ്ടെന്ന് ഓർക്കണം, ഈ കേരളത്തിൽ. അപ്പൊ അത് അങ്ങങ്ങാണ്ടിരുന്ന് കുറെ പേര് മുഹമ്മദും എല്ലാം കൂടെ വായിച്ചൊരു പുസ്തകം 570 610 തിരുത്തി വെച്ച് ആ തിരുത്തിയ സാധനം ഇന്ന് ക്രൈസ്തവർ മുഴുവൻ ഉപയോഗിക്കുന്നു എന്നും അതിനകത്ത് കയറി വന്നു എന്നാണ് നിങ്ങൾ പറഞ്ഞത്. ഏതാ? അക്ഷരജ്ഞാനമില്ലാത്തവൻ എഴുതിയത് അക്ഷരജ്ഞാനമുള്ള നല്ല യഹൂദന്മാരിലാടെ ഇതിനകത്തോട്ട് ചേർത്തിട്ട് അതിന്റെ കോപ്പികൾ ലോകം മുഴുവൻ പ്രചരിച്ചെന്നും അപ്പൊ മുഹമ്മദ് ഇതൊന്നും തടയാതെ, മുസ്ലിങ്ങളൊന്നും അത് തടയാതെ അത് പൊക്കോട്ടെ എന്നോർത്ത് മിണ്ടാതിരുന്നെന്നും ഒക്കെ പറഞ്ഞാൽ അത് നിങ്ങളൊക്കെ വിശ്വസിക്കും. ഇതിന് നിങ്ങൾക്ക് സംയുക്തമായ യുക്തിസഹജമായ ഒരു മറുപടി പറയാനായിട്ട് പറ്റില്ല. അതിനാ ഞാൻ ഈ പള്ളിയുടെ ഉദാഹരണം പറഞ്ഞത്. മുഹമ്മദ് ജനിക്കും മുമ്പ് ലോകം മുഴുവൻ ക്രിസ്ത്യാനിറ്റി ഉണ്ട്. അവർക്ക് അവരുടെ കയ്യിൽ പുസ്തകമുണ്ട്, അരാമിക് ഉണ്ട്, ഹീബ്രു ഉണ്ട്, ഗ്രീക്ക് ഉണ്ട്. ഇത് എവിടെ പോയി തിരുത്തും? കേരളത്തിൽ വന്ന് തിരുത്താൻ പറ്റുമോ? ഈ ലോകത്തിന്റെ എല്ലാ ഇടങ്ങളിലേക്ക് ഈ തിരുത്തൽ വരുത്താൻ പറ്റുമോ? ഈ തിരുത്തൽ വരുത്തണമെങ്കിൽ എത്ര കോപ്പികൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കിടക്കുക, എവിടൊക്കെ പോയി തിരുത്തണം? ഇങ്ങനെ തിരുത്തിയേച്ച് വരുമ്പോൾ കുറെ കോപ്പികളിൽ ശരി കാണുകയല്ലേ? നിങ്ങൾ പറയുന്ന പോലെയുള്ള പാരായണം ചെയ്യുന്ന ആ സാധനം കാണത്തില്ലേ? അങ്ങനെയാണ് നിങ്ങൾ സമ്മതിക്കേണ്ടി വരും. ഈ തിരുത്തൽ വന്നത് എന്നായിരിക്കും? മുഹമ്മദിന് ശേഷം എന്ന് പറയേണ്ടി വരും. പിന്നീട് അത് കയറി വന്നെന്നല്ലേ പറഞ്ഞേ? മുഹമ്മദിന് ശേഷം ഇത് കയറി വരികയായിരുന്നോ പതുക്കെ? അതിൽ അള്ളാഹുവിന്റെ വചനമല്ലേ? മുഹമ്മദ് മിണ്ടാതിരുന്നു അങ്ങനെ കയറി വന്നപ്പോൾ? അല്ലെങ്കിൽ ഇസ്ലാമിയർ മിണ്ടാതിരുന്നോ? ഇതേ കയറി വരുന്നുണ്ട്, പൊക്കോട്ടെ എന്ന് വെച്ചോ? അള്ളാഹു തന്നെ പറയുന്നുണ്ട്, എന്റെ വചനത്തെ ഞാൻ സംരക്ഷിക്കും. ഇനി അടുത്തൊരു കുഴപ്പങ്ങളുണ്ട്. ഈ ഈ ഇസ്ലാമിലെ ലോജിക്ക് അനുസരിച്ച് ഒട്ടും പറ്റില്ല. സൃഷ്ടിക്ക് 50,000 വർഷം മുമ്പേ ഖുറാൻ റെഡിയാക്കി വെച്ചു. പൂർവ്വവേദം എത്ര വർഷം മുമ്പ് റെഡിയാക്കി വെച്ചു? അതിനു മുമ്പ് റെഡിയാക്കി വെക്കണമല്ലോ, അല്ലെ അന്നേരം റെഡിയാക്കി വെക്കണമല്ലോ, അന്നേരം റെഡിയാക്കി വെക്കണമല്ലോ പൂർവ്വവേദം. അപ്പൊ ഈ പൂർവ്വവേദം അതിനു മുമ്പുള്ളതാണെങ്കിൽ അല്ലെ പിന്നെ പൂർവ്വവേദം എന്ന് പേരിടരുത്. ഈ പൂർവ്വവേദവും 50,000 വർഷമോ അല്ലെ അതിനു മുമ്പോ റെഡിയാക്കി വെച്ച ഈ പുസ്തകം തെറ്റിക്കുമെന്ന് അള്ളാഹുവിന് അറിയാമല്ലോ. നമ്മൾ തമ്മിൽ പോലും ഈ തർക്കമില്ല. ഇപ്പൊ നിങ്ങൾക്ക് ഇവിടെ ഊഹമാണ് എന്നോട് പറയുന്നത്, ഒരു ഊഹം. ഇതിനകത്ത് കയറി വന്നിരിക്കാമെന്ന് വിശ്വസിച്ചു, ഒരു കുഴപ്പമില്ല. അപ്പൊ ഞങ്ങളുടെ ചോദ്യം ഇവിടെ ഇപ്പുറത്ത് കിടക്കുകയാണ്. കാരണം ഞാൻ അതിനാണ് ഇത്തരം ഉദാഹരണങ്ങൾ പറഞ്ഞത്. അതും പരസ്പര യോജിപ്പില്ലാത്ത ക്രൈസ്തവളായി കിടക്കുന്നത്. കത്തോലിക്കന് യാക്കോക്കാരന്റെ അടിവെച്ച സ്ഥലമാണ് ഉദയംപേരൂർ സുന്നോദോസ് എന്ന് പറയുന്നത്. രണ്ടു കൂട്ടർക്കും പുസ്തകം ഇതാ, വ്യത്യാസമൊന്നുമില്ല, ഒരു വ്യത്യാസമില്ല. തിരുത്താനാണെങ്കിൽ ഇവരിൽ ഒരു കൂട്ടർ തിരുത്തണ്ടേ? അത് അന്നത്തെ കാലത്ത് നമ്മൾ ഈ പറയുന്നതല്ല, അത് കൊല്ലും കൊലയിലോ തീരുന്നേ, തർക്കമൊക്കെ തീരുന്നേ. മനസ്സിലായില്ലേ? അന്നേരമാണ് ഒരു പുസ്തകം തിരുത്തിയാൽ വരാൻ പോകുന്ന അപകടം നിങ്ങൾക്കറിയോ എന്തുവാന്ന്? ഈ മതഗ്രന്ഥം തിരുത്തിയാല് എവിടെ പോയിട്ട് അതിന്റെ അപകടം തീരുന്നേ? ഇന്ന് കാണുന്ന പോലെ അല്ലത്. അപ്പൊ നമ്മൾ ഉത്തരവാദിത്വ ബോധത്തോടെ ഒരു ആരോപണം ഉന്നയിക്കാൻ, മനസ്സിലായിക്കണ്ടേ? അവിടെയാണ് നിങ്ങൾക്ക് ഈ പരാജയം പറ്റുന്നത്. നിങ്ങൾ അല്ല ഇപ്പോൾ ഇത് പാസ്റ്ററെ, അവിടുത്തെ വിഷയം എന്ന് പറഞ്ഞാലേ, ഞാൻ പറഞ്ഞത് അന്ന് ഇപ്പൊ 200 പ്രവാചകന് മുന്നുണ്ടായിരുന്ന അല്ലെങ്കിൽ യേശുവിന് അല്ലെങ്കിൽ ഈസയ്ക്ക് ശേഷമുള്ള ഈ അപ്പോസ്തലന്മാർ എഴുതിയപ്പെട്ട ഗ്രന്ഥം നിങ്ങളുടെ കയ്യിലുണ്ടോ? ബൈബിളുണ്ടോ? ഇപ്പൊ എന്റെ ചോദ്യമാണ്. ഉണ്ട്. അപ്പൊ അതെങ്ങനെ കയറപ്പെട്ടത്? അതാണ് ഇവിടെ ഖുർആൻ പറയുന്നത്. ഖുർആന്റെ ഒരു എന്താണ് പഠിപ്പനുസരിച്ച് എന്താണ് ഇഞ്ചീൽ എന്ന് പറയുന്നത് ഈസാ നബിക്ക് കൊടുത്ത ഗ്രന്ഥമാണ്. അതിനുശേഷം ഇപ്പൊ ഞാൻ പറഞ്ഞ കുറച്ച് ഞാൻ പറയട്ടെ, താങ്കൾ ഞാൻ പറഞ്ഞു ഞാനൊന്നും ഞാൻ പറഞ്ഞു കേട്ടെ. അതായത് ആ ഒരു ഗ്രന്ഥം ഉണ്ടല്ലോ, അതിനെ കുറിച്ചാണ് ഇവിടെ പരാമർശം. ഖുർആന്റെ പരാമർശം അതാണ്, വ്യക്തമായിട്ട് പരാമർശിച്ചു. ആ വേദഗ്രന്ഥം എന്ന് പറയുന്നത് അതാണ്. പിന്നീട് കയറി വന്നതിനെ കുറിച്ചാണ് ഖുർആൻ അവിടെ എതിർ സൈഡിൽ പരാമർശിക്കുന്നത്. ഇത് മനുഷ്യനിർമ്മിതമാണെന്ന് പറയുന്ന വസ്തുത അതാണ്. മനസ്സിലായോ? അത് തന്നെയാണ് ഞാനിവിടെ പറയാൻ സ്ഥാപിച്ചത്. അത് തന്നെയാണ്. ഇതിനെക്കുറിച്ച് അറിയുന്ന ആളുകൾ മക്കയിൽ അന്നുണ്ടായിരുന്നു. ഏതാണ് സത്യമെന്നും. അതുകൊണ്ടാണ് ഖുർആൻ പറയുന്നത്, സത്യവും അസത്യവും നിങ്ങൾ കൂടിച്ചേർക്കുകയാണോ എന്ന്. ഖുർആന്റെ 70-ലാണോ 69 അള്ളാഹു ചോദിക്കുന്നത്, സത്യത്തെയും അസത്യത്തെയും നിങ്ങൾ കൂടിച്ചേർക്കുകയാണോ എന്നൊരു ചോദ്യമായിട്ട് അള്ളാഹു ചോദിക്കുന്നുണ്ട് അവിടെ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അന്ന് അവിടെ ഉണ്ടായ അറേബ്യയിലുള്ള ആളുകൾക്ക് ഇത് രണ്ടും വേർതിരിച്ച് അറിയുന്ന ആളുകൾ അവിടെ ഉണ്ടായിരുന്നു എന്ന് ഞാൻ പറഞ്ഞത്. അതുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞത്, ഏതാണോ തൗറാത്ത് അനുസരിച്ച് ജീവിക്കുന്നവർ അവർ സന്മാർഗത്തിലാണെന്ന് ഖുർആൻ പറയാൻ കാരണം അത് തന്നെയാണ്. രണ്ടും വേർതിരിച്ചറിയുന്ന ആളുകളുണ്ടായിരുന്നു.
സെയിം താങ്ക് യു. റിപ്പീറ്റേഷൻ. ഓക്കെ, അല്ല കൊടുത്തോട്ടം പാസ്റ്റർ. അത് അത് ഓക്കെ. കൊടുത്തോട്ടം പാസ്റ്റർ പറഞ്ഞു ഞാൻ കഴിഞ്ഞിട്ട് കൊടുത്തോട്ടം പാസ്റ്റർക്ക് ഒരു ഇത് കൊടുത്താണ്. നമ്മ പറഞ്ഞതിന്റെ ഒരു മനസ്സിലായി. ഓക്കെ. അല്ല നിങ്ങൾ മനസ്സിലായി. നോ പ്രോബ്ലം ഷാഫി, നോ പ്രോബ്ലം. കൊടുത്തോട്ടം പാസ്റ്റർ പറഞ്ഞതിന് ശേഷം ഞാൻ ജസ്റ്റ് ഒന്ന് നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യത്തെ ഒന്ന് റിമൈൻഡും കൂടെ ചെയ്തേക്കാം, എന്നിട്ട് പിന്നെ ഷാഫിക്ക് തന്നേക്കാം. കൊടുത്തോട്ടം പാസ്റ്റർ. ഞാൻ നീട്ടടില്ല, കാരണം ആൾക്ക് കാര്യം വ്യക്തമായി. അതവിടെ ഷാഫി പറയുന്ന ഏറ്റവും പുതിയൊരു വാദമാണ്. അത് നല്ലൊരു പുസ്തകം അവിടെ വരെ ഉണ്ടായിരുന്നു എന്നുള്ള ഷാഫി സമ്മതിക്കുന്നു. ഷാഫി അതിനാ ഞാൻ ചോദിക്കുന്നത്. നല്ല പുസ്തകം ഈ അറേബ്യൻ മരുഭൂമി കൊണ്ട് തീരുന്ന സാധനം അല്ലെന്ന് മനസ്സിലായില്ലേ? ഈ നല്ല പുസ്തകം കൊടുത്തോട്ടം മെക്ക പാസ്റ്റർ അങ്ങനെയല്ല, അത് അങ്ങനെയല്ല. അല്ലല്ല, ഇവിടെ നല്ലതിനെ പറഞ്ഞു തീരട്ടെ കുറിച്ചറിയുന്ന ഷാഫി, ഒരു മിനിറ്റ്. അദ്ദേഹം ഓക്കെ. പറഞ്ഞു തീരട്ടെ. കുഴപ്പമില്ല. അദ്ദേഹം പറഞ്ഞു. ഇടയ്ക്ക് അങ്ങനെ കയറാതെ. അതായത് ഇത് കേട്ടു, ഇദ്ദേഹം പറയുന്ന പൗലോസ് എഴുതി, അല്ലെങ്കിൽ ഒന്നാമത്തെ അക്ഷരജ്ഞാനം ഇല്ലാത്തവരുടെ കാര്യം നിങ്ങൾ പറയണ്ട. ഖുറാന്റെ വെളിച്ചത്തിൽ ഈ അക്ഷരജ്ഞാനം ഇല്ലാത്തവൻ എന്തോ എഴുതി വെച്ചു എന്നാ പറയേണ്ടത്. നിങ്ങൾ പറയുന്ന പണ്ഡിതന്മാർ എഴുതി എന്നാ പറയുന്നത്. നിങ്ങൾ പറയുന്നതും ഖുറാൻ പറയുന്നതും അവിടെ യോജിക്കുന്നില്ല, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ പോയിന്റ്, ഈ മക്ക സൗദി അറേബ്യ പരിസരത്തുള്ള ഒരു ലോകമല്ല ബൈബിളിന്റെ. മനസ്സിലായില്ലേ? മുഹമ്മദിന്റെ ലോകം അവിടെയാണ്, അതിനപ്പുറത്ത് മുഹമ്മദിനൊന്നും അറിയില്ല. എന്നാൽ ബൈബിളിന്റെ ലോകം എന്ന് പറഞ്ഞാൽ, ഞാൻ അതിന് തെളിവ് പറഞ്ഞ കേരളത്തിൽ പള്ളിയുണ്ടെന്ന്, ഔദ്യോഗിക ചർച്ച ഉണ്ട്. മനസ്സിലായില്ലേ? ലോകത്തിന്റെ പലയിടങ്ങളിലും ചർച്ച ആയി കഴിഞ്ഞു. അതിന് പല ഭാഷയിൽ ആരാധന. അവിടെയെല്ലാം സുറിയാനി ഭാഷയിലോ അരാമിക് ഭാഷയിലോ, അരാമിക്കിന്റെ വേർഷനാണത്, എബ്രായ ഭാഷയിലോ ഗ്രീക്ക് ഭാഷയിലോ റോമക്കാരന്റെ ലാറ്റിൻ ഭാഷയിലോ ലക്ഷക്കണക്കിന് ബൈബിളിന്റെ പ്രതികളുണ്ട്. എപ്പോഴാണ് ഞാനിത് ബാക്കിയെല്ലാം അങ്ങ് വിട്ടേക്കാം. നമുക്ക് തൗറാത്ത് തന്നെ എടുക്കാം. അതാ ചോദിക്കുന്നത്. നമുക്ക് പുതിയ നിയമം വിട്ടേക്കാം. അതിനകത്താണല്ലോ ഈ പണ്ഡിതന്മാര് എന്തൊക്കെയോ ചേർത്ത് വെച്ചേ. അങ്ങനെയാണെങ്കിൽ ഓൾഡ് ടെസ്റ്റ്മെന്റ് ശരിയാകണമല്ലോ. തൗറത്ത് ശരിയാണെന്ന് പറയേണ്ടി വരില്ല. കാരണം അക്ഷരജ്ഞാനം ഇല്ലാത്ത ആരും അതിനകത്ത് കയറി എഴുതിയിട്ടില്ല. മനസ്സിലായില്ലേ? ഉണ്ടായിരുന്ന ഈസാ നബി പറയണം, നിങ്ങളുടെ ഈസാ നബി വന്നിട്ട് പറയണം, ഇങ്ങനെ ഇതിനകത്ത് തിരുത്തലൊക്കെ വരുത്തിയിട്ടുണ്ട്, അക്ഷരജ്ഞാനം ഇല്ലാത്ത ആരാണ്ട് കയറി അത് ഏർപ്പാടാക്കിയിട്ടുണ്ട്, ഞാൻ ഇതാ തിരുത്തി തരുന്നു. അങ്ങനല്ല സുഹൃത്ത്, ഇതെന്റെ ഇങ്ങനെ ഈസാ നബി പറയണം, നിങ്ങളുടെ മനസ്സിലാക്കണം. അപ്പം നിങ്ങളുടെ ആളാണ് ഈസാ നബി, ഞങ്ങൾക്ക് അങ്ങൊരാളില്ല. നിങ്ങളുടെ ഇതൊക്കെ ഈസാ ഈസാ നബിക്ക് നബിക്ക് ശേഷമാണ് പിന്നെ നടന്നിട്ടുള്ളത് ഇടയ്ക്ക് പാസ്റ്റർ. അതല്ല ഞാൻ ശരി, പറഞ്ഞത്, ഞാൻ ഈസാ നിർത്താം. നബിക്ക് ശേഷം നടന്ന ഞാൻ കാര്യത്തെ നിർത്താം. കുറിച്ചാണ് ഞാൻ പറയുന്നത്. അല്ല ഇടയ്ക്കിടയ്ക്ക് ഷാഫി, ഇടയ്ക്ക് കയറില്ല ഷാഫി, പ്ലീസ്. നമ്മൾ പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു ഹിസ്റ്റോറിക്കൽ ഇമ്പോർട്ടൻസ് ഉള്ള ഒരു കാര്യം സംസാരിക്കുമ്പോൾ ഇടയ്ക്ക് കയറി കഴിഞ്ഞാൽ നമ്മുടെ ഫ്ലോ പോകത്തില്ലേ? താങ്കൾ ഇനി ഇടയ്ക്ക് കയറില്ലേ? ഓക്കെ. ചർച്ചയ്ക്ക് ഒരു മര്യാദ ഉണ്ട്. നിങ്ങൾ പറയുമ്പോൾ കേട്ടിരിക്കല്ലേ? നിങ്ങൾക്ക് ഞാൻ ഫാക്ച്വൽ ഇറർ പറഞ്ഞാൽ കയറുന്നതിന് കുഴപ്പമില്ല. ഞാൻ ഫാക്ച്വൽ ഇറർ അല്ല പറയുന്നത്. അപ്പൊ നിങ്ങളുടെ ഈസാ നബിക്ക് നിങ്ങളുടെ അള്ളാഹു ഇറക്കി കൊടുത്ത ഈഞ്ചിയില് അക്ഷരജ്ഞാനം ഇല്ലാത്തവൻ വന്ന് തിരുത്തിച്ചു പോയി എന്നാണ് ഇപ്പൊ പറഞ്ഞത്. പണ്ഡിതൻ എന്നാ നിങ്ങൾ പറയുന്നത്, ഖുറാനിൽ കിടക്കുന്ന അക്ഷരജ്ഞാനം. ഇതുകൂടെ നിങ്ങളൊന്ന് വ്യാഖ്യാനിക്കണം. ആരാണ് ഈ അക്ഷരജ്ഞാനം ഇല്ലാത്തവൻ കയറ്റി ഈ സാധനം വെച്ചപ്പം അക്ഷരജ്ഞാനം ഉള്ളവൻ മിണ്ടാതെ നിന്നു എന്നാണ് പറയുന്നത്, അതിന്റെ വ്യംഗ്യാർത്ഥം. അപ്പം മക്ക പരിസരത്തുള്ളിൽ ഇങ്ങനെ കാര്യം നടക്കുമ്പോൾ നിങ്ങൾ ബാക്കിയുള്ളവരുടെ കേട്ടോണേ, ലോകത്തിന്റെ പലയിടങ്ങളിലേക്ക് മുഹമ്മദിന് മുമ്പ് ഈ പുസ്തകം ചെന്നു. ഏത്? പ്യുവർ കോപ്പി. അപ്പൊ പൗലോസ് അവിടെ നിന്ന് എഴുതി, പത്രോസ് എഴുതി, 11 അപ്പോസ്തലന്മാരോട് എഴുതി, അള്ളാഹുവിന്റെ വചനമാണെന്നും പറഞ്ഞ് അവര് കേരളത്തിൽ ലോകത്തിന്റെ പലയിടങ്ങളിലേക്ക് ഇത് തിരികെ വെച്ചു. അത് ലോകം മുഴുവനുള്ള ക്രിസ്ത്യാനികൾ അംഗീകരിച്ചു. യഹൂദനോട് മിണ്ടാതെ നിന്നു. അതാണ് ഇന്ന് നമ്മുടെ കയ്യിലുള്ളതെന്നാണ് ഇദ്ദേഹം പറഞ്ഞായിട്ട് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ അല്ലെന്ന് പറഞ്ഞൊന്ന് കണ്ണിച്ചാട്ടെ, ഞാൻ കേട്ടിരിക്കാം. തീർച്ചയായിട്ടും താങ്കൾ പറഞ്ഞ സത്യം. യഹൂദനാണല്ലോ എഴുതിയത് ഇത്. കൊടുത്തോട് സാറിന് മനസ്സിലായോ? ഇത് എഴുതിയ ഈ പൗലോസും പത്രോസും ഒക്കെ ആരായിരുന്നു? യഹൂദന്മാരിൽ പെട്ടവരായിരുന്നില്ലേ? യഹൂദന്മാരിൽ നിന്നും ഉത്ഭവിച്ചതാണല്ലോ ക്രൈസ്തവത. ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ താങ്കള്? ഹലോ. ഞാൻ കേൾക്കും. ഇടയ്ക്ക് അപ്പൊ ഞാൻ പറഞ്ഞു വന്നതേ ഓക്കെ, ഞാൻ പറഞ്ഞു വന്നതേ താങ്കൾ പറഞ്ഞത് ശരിയാണ്. മുഹമ്മദ് നബിക്ക് മുന്നേ തന്നെയാണ് ഇത് തിരുത്തപ്പെട്ടെന്നല്ല ഞാൻ പറയുന്നത്. ഇതിലേക്ക് പുതിയ ആവർത്തന പുസ്തകങ്ങൾ അല്ലെങ്കിൽ പുതിയ ആളുകളുടെ എഴുത്ത് ലിപികൾ കയറി വന്നത് മുഹമ്മദ് നബിക്ക് മുന്നേ തന്നെയാണ്. തീർച്ചയായിട്ടും അത് താങ്കൾ പറഞ്ഞത് ഞാൻ അംഗീകരിക്കാണ്ടിരിക്കണമെന്നില്ല. അതാരാണ് പിന്നീട് എഴുതപ്പെട്ടത്? അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരെന്ന് പറയുന്ന യഹൂദന്മാര് തന്നെയാണ് അദ്ദേഹത്തെ കുറിച്ചും അവരുടെ കൈകളാൽ എഴുതച്ചേർത്ത് ഇത് എന്താണ് അതിൽപ്പെട്ടതാണെന്ന് പറഞ്ഞിട്ട് എഴുതിയത്. ഇതിനെയാണ് ഇവിടെ ഖുർആൻ ഇവിടെ ഖണ്ഡിക്കുന്നതും. താങ്കൾ പറഞ്ഞത് ശരിയാണ്. ഇത് മുഹമ്മദ് നബിക്ക് മുൻപ് നടന്ന കാര്യം തന്നെയാണ്. ഓക്കെ ഷാഫി, ഞാൻ കൊടുത്തോട്ടും പാസ്റ്ററിന് ഞാനൊന്നുമില്ല. എന്റേതായിട്ട് അദ്ദേഹം പറഞ്ഞൊന്ന് തിരുത്തിക്കോട്ടെ. ഞാനിതല്ലല്ലോ പറഞ്ഞേ. മുഹമ്മദ് നബിക്ക് മുമ്പ് തിരുത്തി എന്നല്ലല്ലോ ഞാൻ പറഞ്ഞേ. ഞാൻ അങ്ങനല്ല പറഞ്ഞേ. അത് യഹൂദന്മാരല്ലെന്നും ഞാൻ പറഞ്ഞില്ല. നിങ്ങൾ സ്ട്രെസ് ചെയ്തത് യഹൂദന്മാരാണല്ലോ. ആരാ തിരുത്തിയേ?
എല്ലാ യഹൂദന്മാരും അല്ല കേട്ടോ, അവിടെ വേറെ കാര്യം. യഹൂദന്മാരല്ലാത്തവരും ഉണ്ട്, അതവിടെ നിൽക്കട്ടെ. ഈ യഹൂദന്മാരാണെന്നോ അല്ലെന്നൊന്നും എന്റെ തർക്കമല്ല. ഇദ്ദേഹം പറഞ്ഞ എന്താ, ഇദ്ദേഹം പറഞ്ഞ ഞാൻ എടുത്തു പറയുക ചെയ്തേ. മനസ്സിലായി? ഇദ്ദേഹം പറഞ്ഞത് എനിക്ക് മനസ്സിലായി, ഞാൻ എടുത്തു പറയുക. അല്ലെ അദ്ദേഹത്തിന് തിരുത്താൻ, ഞാൻ അങ്ങനല്ല പറഞ്ഞത്. ഇദ്ദേഹം പറഞ്ഞത് ഖുറാന്റെ വെളിച്ചത്തിൽ പണ്ഡിതന്മാര് ആയ കുറെ ആൾക്കാർ ഇതിലേക്ക് എന്തോ അവരുടെ അറിവുകളും ഓർമ്മകളും അള്ളാഹുവിൻ്റെതെന്ന് പറഞ്ഞ് ചേർത്തു. പക്ഷെ ഖുറാനിൽ പറയുന്ന പണ്ഡിതന്മാരല്ല, അക്ഷരജ്ഞാനം ഇല്ലാത്ത ആളുകൾ. ഓക്കെ, വാദത്തിന് അംഗീകരിക്കുന്ന കേട്ടോ, വാദത്തിന്. ഇദ്ദേഹം അല്ല, പറഞ്ഞത് എനിക്ക് എനിക്ക് മിസ്റ്റേക്ക് പറ്റിയാണെങ്കിൽ ഞാൻ പിന്നെ സമ്മതിക്കാം. പണ്ഡിതന്മാരാണെന്ന് ഞാൻ ചില പറഞ്ഞത് തെറ്റ് പറ്റിയതാണെങ്കിൽ ഞാൻ ക്ഷമ ചോദിക്കുന്നു. അതങ്ങനെ എഴുതിയിട്ടുണ്ട് അതിൽ. അല്ല, ഞാൻ അല്ല, നമ്മുടെ വാക്യങ്ങളിൽ ചിലപ്പോ തെറ്റ് പറ്റും. ഞാൻ നിർത്തുകയാണ്, അത് ഞാൻ കുഴപ്പം അല്ല, വരുന്നുണ്ട്. ഓക്കെ, ഷാഫി ഇടയ്ക്ക് കയറല്ലേ? താങ്കൾക്ക് വീണ്ടും സമയം തരാം, പറഞ്ഞു കഴിഞ്ഞിട്ട് വീണ്ടും സമയം തരാം. ഓക്കെ, ഇടയ്ക്ക് കയറല്ലേ, പരമാവധി ഇടയ്ക്ക് കയറാതിരിക്കാൻ ശ്രമിക്കുക ഈ പ്ലീസ്. ഷാവി ചെയ്യുന്നത് വിവരക്കേട് തന്നെ വിളിച്ചു പറഞ്ഞിട്ട് അത് എൻഡോഴ്സ് ചെയ്യാൻ സമ്മതിക്കുന്നില്ല. ഇദ്ദേഹം അല്ലേ പറഞ്ഞത്, നിങ്ങൾ തന്നെയല്ലേ പറഞ്ഞത്, പണ്ഡിതന്മാര് യേശുവിന്റെ 11 പേര് ശിഷ്യന്മാര് ദൈവത്തിൻ്റെതെന്ന പേരില് തെറ്റായ കാര്യങ്ങൾ ഇതിൽ കൂട്ടിച്ചേർത്താണ് ഞങ്ങളുടെ കയ്യിലുള്ളത്. അത് വാദത്തിന് അംഗീകരിച്ചെടുത്താൽ അപ്പുറത്ത് കിടക്കുന്നു വേദക്കാരിൽ നല്ലൊരു കൂട്ടരുണ്ട്, നല്ല ശുദ്ധമായിട്ട് അത് പാരായണം ചെയ്തുകൊണ്ടിരുന്നു എന്നെല്ലാം പറഞ്ഞു. അന്ന് നബിയുടെ കാലം വരെ പുള്ളിക്ക് ഇത് അറിയായിരുന്നു നിങ്ങൾ പറഞ്ഞേക്കുന്നത്. ആദ്യം അറിയില്ലായിരുന്നു പറഞ്ഞു, പിന്നെ അത് പറഞ്ഞു ശരിയാ, അവിടെ അന്നേരം വരെ നബിയുടെ കാലം വരെ ഉണ്ട്. പിന്നീടാണ് ഇതിനകത്തേക്ക് ഇവരൊക്കെ എഴുതി കയറി വന്നത്. ഏതാ, നബിയൊക്കെ മരിച്ചു കഴിഞ്ഞ് പിന്നെ ഈ സാധനം തെറ്റായ കാര്യമുള്ള കയറി ഒന്നായിട്ട് ഞങ്ങളുടെ കയ്യിൽ ഇരിക്കുക. അത് അങ്ങനെ തന്നെ ഒന്ന് പരിശോധിക്കാൻ ഞാൻ താഴെ ഇരിക്കുന്ന ഓഡിയൻസിന് വേണ്ടിയാ പറഞ്ഞത്. ഇദ്ദേഹം പറഞ്ഞത് AD 570 610 വരെയുള്ള കാലത്ത് മുഹമ്മദിന്റെ ആ നബുവത്ത് കിട്ടിയെന്ന് അദ്ദേഹം പറയുന്ന കാലം വരെ ഈ തോറ നല്ലപോലെ ഉപയോഗിക്കുന്നവരും ഇഞ്ചിയിൽ നല്ലപോലെ ഉപയോഗിക്കുന്നവരുമായ ആളുകൾ, ശുദ്ധ ഇഞ്ചിയിലും ശുദ്ധ തോറയും ഉണ്ടായിരുന്നു, ഒപ്പം പണ്ഡിതന്മാര് പറഞ്ഞ കാര്യം ഉണ്ടായിരുന്നു. ഇത് മിക്സായി പോയത് ഇതിന് ശേഷമാണ്. അപ്പൊ അത് മിക്സായ വഴി നിങ്ങൾ ഓർത്തോണം. അത് എങ്ങനെയാണെന്ന് എനിക്കൊന്ന് പറഞ്ഞു തരാനാണ് ഞാൻ ചോദിക്കുന്നത് മുമ്പേ മുതൽ. യഹൂദന്മാരായ ആളുകൾ ജെറുസലേമിൽ ഇരുന്നെഴുതുന്ന ഈ കാര്യങ്ങൾ എങ്ങനെയാണാവോ ക്രിസ്ത്യൻ ചർച്ച് ഇത്രയും വിശാലമായി ലോകത്തെല്ലായിടത്തും കിടക്കുകയും അവരുടെ പക്കൽ ഒറിജിനൽ ഇരിക്കെ ചെയ്ത് ഇതെങ്ങനെയാണ് കൂടിക്കൊന്ന് കയറുന്നത്, ഏത് രൂപത്തിൽ വന്ന് കേരളത്തിലൊക്കെ കയറുമെന്ന് എന്റെ ചോദ്യം. കേരളത്തില്, സിറിയയില്, അബീസീനിയയില്, റഷ്യയില്, അവിടെ എല്ലാം ചർച്ചുകളുണ്ട്. ആ ചർച്ചിലെല്ലാം ഇവര് പറയുന്ന പോലെ തോറ കാണണമല്ലോ. സൗദി അറേബ്യ മാത്രമല്ലല്ലോ, ഇവിടെ എല്ലാം കാണണമല്ലോ. ആ കൂടെ പുറകെ എങ്ങനെ ഈ പൗലോസ് എഴുതി ഒക്കെ പറഞ്ഞ, മത്തായി എഴുതിയ, മാർക്കോസ് എഴുതിയ ഇവർ പരിഹസിക്കുന്ന ഈ സാധനങ്ങൾ എങ്ങനെ വന്ന് കയറി? ആ സഭ ഒരു തർക്കവും ഇല്ലാതെ ഇങ്ങനെ സ്വീകരിച്ചെടുത്തോ, ഇതിനകത്തോട്ട് വന്ന് ചേർത്തോ? ഇതാണ് എന്റെ ചോദ്യം. അല്ലെങ്കിൽ ഇവര് പറയേണ്ടതെന്നറിയോ, ഇതെല്ലാം മുഹമ്മദിന് മുമ്പേ സംഭവിച്ചു. മുഹമ്മദിന് മുമ്പേ എഴുതിയല്ലോ, ബൈബിള് തീർന്നല്ലോ. നമ്മുടെ ഇരിക്കുന്ന പുസ്തകം മുഹമ്മദിന് മുമ്പേ എഴുതി തീർന്നു. നമ്മുടെ വീക്ഷണത്തിൽ ചരിത്രം അങ്ങനെ പറയുന്നത്, ഇത് തീർന്നു. മുഹമ്മദിന്റെ കോപ്പി കൊണ്ടുവരാൻ പറയുന്നുണ്ടല്ലോ, ഉമർ വായിച്ചു കേൾപ്പിക്കുന്നുണ്ടല്ലോ. അന്നേരം ഒന്നും മുഹമ്മദ് കണ്ടിട്ടേ ഇല്ല ഈ ആവർത്തന പുസ്തകത്തിനകത്തുള്ളത്. മുഹമ്മദ് പറഞ്ഞു "ദേ ഈ സാധനം കൊള്ളത്തില്ല, അത് മാറ്റത്തില്ല, അത് വെട്ടിയേക്ക്." ശരി വെക്കാൻ വന്ന പുള്ളിയാന്ന് ഓർത്തോണം. പൂർവ്വവേദങ്ങളെ ശരി വെക്കാൻ വന്ന പുള്ളി ഒരു ശരി ഒന്നും ഇട്ട് കണ്ടില്ലല്ലോ. അണ്ട് അത് ശരി ഇത് തെറ്റെന്ന് പറയണ്ടേ? അതേപോലെ തിരുത്തി തരണ്ടേ? അണ്ട് അത് ശരി ഇത് തെറ്റ്, അത് ശരി ഇത് തെറ്റ്. ഇതിന് കഴിയില്ലെങ്കിൽ പിന്നെ ഇദ്ദേഹം എന്തിനാ ഈ ശരി വെക്കാൻ വന്നോ? എന്റെ ചോദ്യം ഇതാണ്. അതിന് ഞങ്ങളും നിങ്ങൾ ഒരുപോലെയുള്ള കാര്യം പറഞ്ഞു നിർത്തുണ്ടോ? ഞങ്ങളും നിങ്ങളും രണ്ട് കാര്യമാണ് പറയുന്നത്. നിങ്ങളുടെ മുഹമ്മദിന് ബൈബിളിനെ പറ്റി ഒരു ധാരണയില്ല, നിങ്ങൾക്ക് അത്രയും പോലും ഇല്ല. അള്ളാഹുവിന് ഒരു വിവരവും ഇതേപ്പറ്റിയില്ല. മനസ്സിലായില്ലേ? ഒരു വിവരവും ഒരു ഗ്രാഹ്യവും ഇതേപ്പറ്റിയില്ല. നിങ്ങൾ പറയുന്നത് എന്താന്ന് വെച്ചാൽ പരസ്പര വിരുദ്ധമായ കാര്യമാണ്. പിന്നീട് വന്ന പണ്ഡിതന്മാർ ഇതിനകത്തോട്ട് ഇതെല്ലാം കൂടെ എടുത്തു വെച്ചു. അത് ലോകത്തിന്റെ പലയിടങ്ങളിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തൊരു പുസ്തകത്തിനകത്ത് കയറ്റി വെക്കാൻ പറ്റില്ല. മനോരമ ഇന്നൊരു പത്രം രാവിലെ വിട്ടു. അപ്പൊ അവിടുന്ന് കുറെ അജ്ഞാനികളെല്ലാം കുറെ സാധനം എഴുതിയാൽ കുറെ കൊണ്ട് ഇതിനകത്ത് കയറ്റി വെക്കാൻ പറ്റില്ല. ഇത് ഗ്രന്ഥം മൈലുകൾ അകലെ പോയി, പത്രം കിലോമീറ്റർ ദൂരെ പോയി, അത് പുറകെ കൊണ്ട് തിരുത്താൻ പറ്റില്ല. ഇതിന്റെ സാമാന്യ ലോജിക്കാൻ പറഞ്ഞ കോമൺ സെൻസ് ഉപയോഗിച്ചുള്ള ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞത്. അന്നേരം എല്ലാം പറയാം നമ്മൾ രണ്ടും ഒരുപോലെ പറയുന്നത് എങ്ങനെ നോക്കും? നിങ്ങൾ സ്ഥിരീകരിച്ച് പറയാൻ ശ്രമിച്ചെന്തറിയാം, ഞാൻ പറയാത്ത കാര്യം യഹൂദനല്ലെന്ന് ഞാൻ പറഞ്ഞോ എഴുതിയത്? അപ്പൊ സംസാരിക്കുമ്പം നിങ്ങൾക്ക് ഉത്തരം എഴുതാതെ എന്റെ പ്രശ്നമല്ല. ഞാൻ ചോദിച്ച ചോദ്യം ഇവിടെ കിടക്കുകയാണ്. മുഹമ്മദ് ഇത് ഒറിജിനൽ കണ്ടോന്ന് ചോദിച്ചപ്പോൾ ആദ്യം ഇല്ലെന്ന് പറഞ്ഞു. രണ്ടാമത് പറഞ്ഞു തീർച്ചയായിട്ടും വന്ന് ഇത് വായിക്കുന്ന കുറെ ആൾക്കാരുണ്ടായിരുന്നു, അത് ഖുർആൻ അങ്ങനെ പറയുന്നു. പിന്നെ പറയുന്നു പണ്ഡിതന്മാരായ 11 പേരാണ് ഇത് ചെയ്തത്. ഖുർആനിൽ പണ്ഡിതന്മാരായ 11 എന്നല്ല, അക്ഷരജ്ഞാനം ഇല്ലാത്ത മുഹമ്മദിനെ പോലുള്ള ആളുകൾ എന്നാ പറയുന്നത്. അക്ഷരജ്ഞാനം ഇല്ലാത്ത ആളുകൾ ഇതാ പറയുന്നത്. നിങ്ങൾ അത് കണ്ണിക്ക്, അതെന്താ മിണ്ടാത്തെ? അക്ഷരജ്ഞാനം ഇല്ലാത്ത എഴുതിയ കാര്യം അക്ഷരജ്ഞാനമുള്ള മനുഷ്യരെല്ലാം ചേർത്ത് ഇതിനകത്ത് ചേർത്ത് വെച്ചെന്നായി പറഞ്ഞു വരുന്നത്. അക്ഷരജ്ഞാനം ഇല്ലാത്ത ആളുകൾ തെറ്റായിട്ട് എഴുതിയ കാര്യങ്ങൾ പിന്നീട് വന്ന പണ്ഡിതന്മാർ ഇതിനകത്ത് ചേർത്തു എന്ന് പറഞ്ഞാൽ എങ്ങനെ ഒക്കും?
ഇതേ എന്റെ ചോദ്യമുള്ളൂ. അതിന് നിങ്ങൾ അഡ്രസ് ചെയ്ത് കണ്ടില്ല. ഓക്കെ. താങ്ക് യു പാസ്റ്റർ. ഷാഫി എടുക്കുന്നതിന് മുമ്പേ ഞാൻ ഒരു കാര്യം കൂടെ പറയാം. ഇതിനകത്ത് ബേസിക്കലി ഞങ്ങൾ പറയുന്ന ഒരു കാര്യം താങ്കൾ മനസ്സിലാക്കുക. ഖുറാനിൽ എവിടെയും മുൻ വേദങ്ങള് തിരുത്തപ്പെട്ടു എന്ന് താങ്കളും ചിന്തിക്കുന്നില്ല. താങ്കൾ അത്രയെങ്കിലും ആ വിഷയത്തില് നീതി പുലർത്തുന്നതിന് നന്ദി. അല്ലെങ്കിൽ ഇനിയിപ്പോ അതിനോട് കൂട്ടിച്ചേർത്തു ഇങ്ങനെയുള്ള വാദങ്ങളൊന്നും ഖുറാനിന് ഇല്ല. ഓക്കെ, മറിച്ച് എന്താ പറഞ്ഞത്? എന്താ ഒരു പ്രാവശ്യം കൂടെ പറയാ ബ്രദറെ. 7-ാം നൂറ്റാണ്ടിൽ ക്രൈസ്തവരുടെയും യഹൂദരുടെയും കൈകളിൽ ഉണ്ടായിരുന്ന പുസ്തകം ശരിയാണ് എന്നാണ് ഖുറാൻ സാക്ഷ്യപ്പെടുത്തുന്നത്. അതിന് പല ആയത്തുകൾ കൊടുത്തോട്ടും പാസ്റ്റർ ഓൾറെഡി തന്നു കഴിഞ്ഞു. അതായത് ഇപ്പൊ 3:113 വായിച്ചു കേൾപ്പിച്ചല്ലോ. അതായത് മുൻ വേദങ്ങൾ പാരായണം ചെയ്തു വന്ന ഒരു സമൂഹത്തെ കുറിച്ച് കേട്ടു. അതിനു മുമ്പ് ഞാൻ പറഞ്ഞത് താങ്കൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. 4-ാമത്തെ സൂറ അതിന്റെ 46, 47, 2-ാമത്തെ സൂറ അതിന്റെ 89, അതിന്റെ 2-ന്റെ 101, 2-ന്റെ 81, 2-ന്റെ 91, 2-ന്റെ 97, 4-ന്റെ 46, 4-ന്റെ 47. എന്തിനാണ് ഇത്രയും ആയത്തുകൾ തരുന്നതെന്ന് അറിയാമോ? ഇതിനകത്തെല്ലാം പറയുന്നത് അവരുടെ പക്കലുള്ള ഗ്രന്ഥം ശരിയാണ്. അപ്പൊ അവർ എന്ന് പറയുന്നത് ആരാണ്? യഹൂദരും ക്രൈസ്തവരും. അവർക്ക് പണ്ടെങ്ങോ അവരുടെ കയ്യിൽ ഉണ്ടായിരുന്ന പുസ്തകം എന്നല്ല പറയണേ, മറിച്ച് ഇപ്പൊ കൊടുത്തോട്ടം പാസ്റ്റർ പറഞ്ഞത് താങ്കൾ ശ്രദ്ധിച്ചു കാണുമല്ലോ. അവര് പാരായണം ചെയ്യുന്നുണ്ടായിരുന്നു. അതായത് അവരുടെ പക്കലുള്ള ഗ്രന്ഥം ശരിയാണ്. ഓക്കെ, ഇത് ഏത് കാലഘട്ടം? ഏതാണ്? 7-ാം നൂറ്റാണ്ടാണ്. മുഹമ്മദിന്റെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ക്രൈസ്തവരുടെയും യഹൂദരുടെയും കൈകളിലുള്ള പുസ്തകം ശരിയാണെന്ന് ഒരു പ്രാവശ്യമല്ല, 2 പ്രാവശ്യമല്ല, 3 പ്രാവശ്യമല്ല, പല ആവർത്തി ഖുറാൻ പറയുന്നു. ഇനി പേരെടുത്ത് തൗറാത്തും ഇഞ്ചീലും ശരിയാണെന്ന് പേരെടുത്ത് 12 സ്ഥലങ്ങളിൽ പറയുന്നുണ്ട്. അതുകൂടാതെ വേറെ അനേകവും. ഇത്രയും നമ്മൾ കണ്ടു. ഇനി ഈ 7-ാം നൂറ്റാണ്ടിൽ ക്രൈസ്തവരുടെ കയ്യിലുള്ള പുസ്തകം ഏതാ? അത് ഏതോ ആയിക്കോട്ടെ, ഏതാന്ന് ഞാനിപ്പോ പറയാം, 1 മിനിറ്റ് കൊണ്ട് ഞാൻ പറയാം. എങ്കിലും അത് ഏത് പുസ്തകം ആയിക്കോട്ടെ, അത് ശരിയാണെന്നാണ് ഖുർആൻ പറയണത്. XYZ ഏതായിക്കോട്ടെ, അത് ശരിയാണ് എന്ന് ഖുർആൻ പറയുന്നു. 7-ാം നൂറ്റാണ്ടിൽ ക്രൈസ്തവരുടെ കൈകളിലുള്ള പുസ്തകം ശരിയാണ് എന്ന് ഖുർആൻ പറയുന്നത് നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുമെങ്കിൽ ഇന്ന് ക്രൈസ്തവരുടെ കയ്യിലുള്ള പുസ്തകം ശരിയാണ് എന്ന് വാദിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല. കാരണം 7-ാം നൂറ്റാണ്ടിൽ ക്രൈസ്തവരുടെ കയ്യിലുള്ള പുസ്തകം, അതുപോലെ ഇന്ന് ക്രൈസ്തവരുടെ കയ്യിലുള്ള പുസ്തകം, ഇത് രണ്ടും മുഹമ്മദ് ജനിക്കുന്നതിന് മുമ്പേ തന്നെയുള്ള മാനുസ്ക്രിപ്റ്റുമായിട്ട് നമ്മൾ സ്റ്റഡി ചെയ്ത് കഴിഞ്ഞാൽ, ചേർത്ത് വെച്ച് പഠിച്ചു കഴിഞ്ഞാൽ എല്ലാം അവിടെ നിന്നുള്ള കോപ്പീസ് ആണെന്ന് നമുക്ക് മനസ്സിലാവും. ഞാൻ ചെറിയൊരു ഹിസ്റ്റോറിക്കൽ ഇൻഫർമേഷനും കൂടെ താങ്കൾക്ക് തന്നിട്ട് പിന്നെ ഇത് നമ്മൾ വേണമെങ്കിൽ കൺക്ലൂഡ് ചെയ്യാം. ഒത്തിരി സമയമായല്ലോ. ഞാൻ ആദ്യം പറഞ്ഞിരുന്നു, ഈ ഗ്രീക്ക് മാനുസ്ക്രിപ്റ്റ് മാത്രം ഓൾറെഡി കൊടുത്തോട്ടം പാസ്റ്റർ പറഞ്ഞു, ഈ സമയമൊക്കെ ആയപ്പോഴത്തേക്കും മറ്റു പല ഭാഷകളിലേക്കും ഇതിന്റെ ട്രാൻസ്ലേഷൻസ് വന്നു കഴിഞ്ഞു. ഇനി ട്രാൻസ്ലേഷന്റെ കാര്യങ്ങൾ അവിടെ നിൽക്കട്ടെ. ഗ്രീക്ക് മാനുസ്ക്രിപ്റ്റ് മാത്രം 5795 മാനുസ്ക്രിപ്റ്റ് ന്യൂ ടെസ്റ്റ്മെന്റിന്റെ മാത്രം, പഴയ നിയമത്തെ കൂടാതെ ന്യൂ ടെസ്റ്റ്മെന്റ് മാത്രം 5795 മാനുസ്ക്രിപ്റ്റ് അവൈലബിൾ ആണ്. ഇത് ഷാഫിക്ക് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പോകുന്നത് കൊണ്ട് ബുദ്ധിമുട്ടുണ്ടാവുമായിരിക്കും. എങ്കിലും ജസ്റ്റ് നമ്മൾ സംസാരത്തിലും വന്ന് ഞാൻ കൺക്ലൂഡ് പറയുകയാണ്. ഇത് 4 വിധത്തിൽ നമുക്ക് ഡിവൈഡ് ചെയ്യാം. ഒന്ന്, അത്രയും ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല. 4 വിധത്തിൽ നമുക്ക് ഇത് ചെയ്യാം. അതിനകത്ത് ഒന്ന്, ഒരു പ്രധാനപ്പെട്ട ഒന്നാണ് പാപ്പേറി എന്ന് പറയും. അത് തന്നെ പല വിധത്തിലുണ്ട്. അത് പല സെക്ഷൻസ് ആയിട്ടാണ്. P45, P46 ഇങ്ങനെയൊക്കെ ഇത് ചെയ്തിട്ടുണ്ട്. ഇതിന്റെയൊക്കെ കാലഘട്ടം നമ്മൾ സ്റ്റഡി ചെയ്ത് കഴിഞ്ഞാൽ, അപ്പൊ മുഹമ്മദ് എപ്പോഴാണ് വന്നേക്കുന്നത്? 7-ാം നൂറ്റാണ്ടിൽ. ഓക്കെ, ഞാനിപ്പോ സംസാരിക്കുന്നത് എപ്പോഴത്തെയാണെന്നറിയോ? 3-ാം നൂറ്റാണ്ടില്, പിന്നെ AD 200-കളിലെ അല്ലെങ്കിൽ 3-ാം നൂറ്റാണ്ടില് വീണ്ടും. ഓക്കെ, പിന്നീട് അത് പല വിധത്തിലുള്ള മാനുസ്ക്രിപ്റ്റുകളുണ്ട്. അതെല്ലാം കഴിഞ്ഞേച്ച് പിന്നെ നമ്മൾ ഇതിന്റെ ഒരു മുമ്പോട്ട് പോയിച്ച് ഞാൻ ജസ്റ്റ്
ഒരു എനിക്ക് തോന്നുന്നു ആദ്യം ന്യൂക്ലിയർ ബ്രദർ സംസാരിച്ച സമയത്ത് ഇതിനെക്കുറിച്ച് പറഞ്ഞു. ഈ ഓക്കെ, ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കൂടെ പറയേണ്ടത് ആവശ്യമാണ്. ഇത് 4 വിധത്തിൽ കാണാന്ന് പറഞ്ഞ, ഒന്ന് പാപ്പേറിയാണ്, ഒന്ന് അൺസിയൽസ് ആണ്, ഒന്ന് മിനിസ്ക്യൂൾസ് എന്ന് പറയും, 4 ലക്ഷണറീസ് എന്ന് പറയും. ഓക്കെ, അപ്പൊ ഈ ലക്ഷണറീസ് എന്താന്ന് ഞാൻ പറയാം. അതിനു മുമ്പ് ഈ അൺസിയൽസ് എന്ന് പറയുന്നതിനകത്ത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഈ കോഡെക്സ് സൈനാറ്റിക്കസ് എന്ന് പറഞ്ഞ ഇതൊരു എൻറ്റയർ ന്യൂ ടെസ്റ്റ്മെന്റ്, അതായത് പുതിയ നിയമം മൊത്തവും ആൻഡ് പഴയ നിയമത്തിലെ ബഹുഭൂരിപക്ഷ ഭാഗവും അവൈലബിൾ ആണ്. ഓക്കെ, ഇത് ഏതാ സെഞ്ചുറി? 4-ാം നൂറ്റാണ്ടിൽ. ഇനി ഇതെല്ലാം കഴിഞ്ഞ് നമ്മള് ഈ ലക്ഷണറീസിലോട്ടൊക്കെ നമ്മൾ വരുവാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ചർച്ച് ഫാദേഴ്സിന്റെ ഒക്കെ ഒരു കാലഘട്ടം, അതാണ് ഈ പാട്രിസ്റ്റിക് സൈറ്റേഷൻസ് എന്ന് പറയും. അപ്പോ ഇതുപോലെയുള്ള റിട്ടൺ ഡോക്യുമെന്റ്സ്, അത് ഗ്രീക്ക് ഇതിന്, അത് കൂടാതെ തന്നെ ഈ ചർച്ച് ഫാദേഴ്സിന്റെ റൈറ്റിങ്സ്, ഓക്കെ, അല്ലെങ്കിൽ അവരുടെ റൈറ്റിങ്സോ അവരുടെ പ്രീച്ചിങ്ങിന്റെ ഭാഗമായിട്ടുള്ളതോ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ, ഇതെല്ലാം കൂടെ ചേർത്ത് വെച്ചാലും AD 100 തൊട്ട് AD 550 ആകുമ്പോഴത്തേക്കും എല്ലാം കഴിഞ്ഞു. അപ്പൊ ഈ AD 550 ആയിട്ടും മുഹമ്മദ് ജനിച്ചിട്ടില്ല. മനസ്സിലാവുന്നുണ്ടോ? അതിനുശേഷമാണ് അപ്പൊ കംപ്ലീറ്റ് പിക്ചർ ക്രൈസ്തവരുടെ കയ്യിൽ എത്തിയതിന് ശേഷമാണ് മുഹമ്മദ് ജനിക്കുന്നത്. ഓക്കെ, അപ്പോ മുഹമ്മദ് ജനിക്കുമ്പോഴത്തേക്കും ക്രൈസ്തവരുടെ കയ്യിൽ ഗ്രീക്ക് ഗ്രീക്ക് ബൈബിൾ ഉണ്ട്. അതുപോലെ തന്നെ അതിന്റെ വേർഷൻസ് വന്നു. അതിനെക്കുറിച്ച് ചില കാര്യങ്ങൾ കൊടിത്തോട്ടം പാസ്റ്റർ പറഞ്ഞു. ലാറ്റിനില്, കോപ്റ്റിക് അല്ലെങ്കിൽ സിറിയക്കില്, അതുപോലെ തന്നെ ചർച്ച് ഫാദേഴ്സിന്റെ, ഓഗസ്റ്റിൻ ആയാലും ക്ലെമന്റ് ആയാലും ക്രിസോസ്റ്റോ ആയാലും ഇങ്ങനെയുള്ള ചർച്ച് ഫാദേഴ്സിന്റെ സൈറ്റേഷൻസ്, ഇതെല്ലാം മുഹമ്മദ് ജനിക്കുന്നതിന് മുമ്പേ ക്രൈസ്തവരുടെ കയ്യില് സുസജ്ജിതമായിട്ട് എത്തിക്കഴിഞ്ഞു. അത് അവർ പാരായണം ചെയ്യുന്നുണ്ട് എന്ന് ഖുറാനിൽ നിന്ന് തന്നെ നിങ്ങൾ വായിച്ചു കേട്ടു. അത് മാത്രമല്ല, നിങ്ങൾക്കറിയാമല്ലോ, സൂറ 10:94 എന്താ പറയുന്നേ? അള്ളാഹു മുഹമ്മദിനോട് പറയാണ്, നിനക്ക് ഈ അവതരിപ്പിച്ച കാര്യങ്ങളിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിനക്ക് മുമ്പേ വേദഗ്രന്ഥം പാരായണം ചെയ്തു വരുന്ന അല്ലെങ്കിൽ വായിച്ചു വരുന്നവരോട് പോയി ചോദിക്കാൻ പറയുന്നുണ്ട്. അപ്പോ ഇത്ര ക്ലിയർ ആണ്, ഇവരുടെ കയ്യിൽ പുസ്തകമുണ്ട്, അത് വായിച്ചു വരുന്നുണ്ട്, അത് ശരിയാണ്, ഇതെല്ലാം പറയുന്നുണ്ട്. ബ്രദറെ, വളരെ ക്ലിയർ ആണ്. 7-ാം നൂറ്റാണ്ടിൽ ക്രൈസ്തവരുടെ കയ്യിലുണ്ടായിരുന്ന പുസ്തകം എന്ന് പറയുന്നത് കംപ്ലീറ്റ് ന്യൂ ടെസ്റ്റ്മെന്റ് അവൈലബിൾ ആണ് ആ വിധത്തിൽ. അതിന്റെ ഒരു ഉദാഹരണമാണ് കുറച്ചു മുമ്പ് ഞാൻ DP ഇട്ട് താങ്കളെ കാണിച്ചു തന്നത്. യോഹന്നാന്റെ സുവിശേഷത്തിൽ നിന്ന് എങ്ങനെയാണ് നിങ്ങളുടെ പണ്ഡിതന്മാർ കോട്ട് ചെയ്ത് അതിനകത്ത് ഈ പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത് മുഹമ്മദ് ആണ് എന്ന് സ്ഥാപിക്കാൻ വേണ്ടി യോഹന്നാന്റെ സുവിശേഷം, ഇപ്പൊ നിങ്ങൾ പറയും ഓക്കെ, മത്തായി, മാർക്കോസും ലൂക്കോസും ഒക്കെ എഴുതിയതാണ്, ഇതല്ല യേശുവിന് കൊടുത്ത ഗ്രന്ഥത്തെ കുറിച്ചാണ് നിങ്ങൾ പറയുന്നത് എന്ന് പറയും. നോ, നിങ്ങളുടെ പണ്ഡിതന്മാർ പറയുന്നത് യോഹന്നാന്റെ സുവിശേഷത്തിലാണ് ഇത് കാണുന്നത്. ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഇത് ഒരു ഹിസ്റ്റോറിക്കൽ സ്റ്റഡിയും കൂടെ ഈ വിഷയത്തിൽ വളരെ ആവശ്യമായ ഒരു ഭാഗമാണ്. എനിവേ, താങ്കൾ ഇത്രമാത്രം, പൊതുവെ മുസ്ലിം സഹോദരങ്ങൾ ഇത്രയൊന്നും ശ്രദ്ധിക്കാറില്ല, പക്ഷെ താങ്കൾ ഈ വിഷയങ്ങളിൽ ഇത്രമാത്രം ശ്രദ്ധിച്ചല്ലോ, ഒത്തിരി നന്ദി. അതുപോലെ കൊടിത്തോട്ടം പാസ്റ്ററും ഒത്തിരി നന്ദി കേട്ടോ, ഈ സമയത്തും ഇത്ര ക്ഷമയോടെ ഷാഫിക്ക് ഇത്രയെല്ലാം പറഞ്ഞു കൊടുത്തല്ലോ. ഷാഫി റെസ്പോണ്ട് ചെയ്തോ? പിന്നെ നമുക്ക് വേണമെങ്കിൽ കണ്ടിന്യൂ ചെയ്യാം കേട്ടോ, പിന്നീട് ഒരവസരത്തിൽ കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, അല്ല, എനിക്ക് സമയം തന്നതിൽ വളരെ സന്തോഷമുണ്ട്. അല്ല, ഞാൻ ലാസ്റ്റ് കൊടുത്തോട്ടും പാസ്റ്ററിനും ഒരു ഇത് കൊടുക്കാൻ വേണ്ടി വന്നത്. ഇല്ല, എനിക്കിതിലൊന്നും പറയാനില്ല. കാരണം വെച്ചാലേ ഞാൻ പറഞ്ഞത് ഇത്ര തന്നെ ഉള്ളൂ. ഈ കൊടുത്തോട്ട് സാറോട് ചോദിച്ചു മുഹമ്മദ് നബി ഇത് കണ്ടില്ലേന്ന്. നമുക്ക് മുഹമ്മദ് നബി ഒരു ന്യൂ ടെസ്റ്റ്മെന്റ്, ഈ ഒരു മൊത്തത്തിലുള്ള ടെസ്റ്റ്മെന്റ് ആണ് കണ്ടതെന്ന് നമുക്കൊരു തെളിവില്ല. അതായത് അദ്ദേഹത്തിന് കാണിച്ചു കൊടുത്തത് വേദഗ്രന്ഥം, അവസാന കാലഘട്ടത്തിൽ ഈസാ നബിയുടെ വേദഗ്രന്ഥം കാണിച്ചു കൊടുത്തത് അദ്ദേഹം പ്രൂവ് ചെയ്തു. അത് ഏത് രൂപത്തിലാണെന്നുള്ളത് നമുക്കറിയത്തില്ല. ഈ പറയുന്ന നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഒരു ബൈബിളിന്റെ ഘടനയിലാണോ എന്ന് നമുക്കിവിടെ തെളിയിക്കാൻ പറ്റത്തില്ല. അപ്പൊ താങ്കൾ പറയുന്ന രീതിയിലാണ് മുഹമ്മദ് നബി ഇന്ന് കാണുന്ന ഈ 24-ാം നൂറ്റാണ്ടിൽ കാണുന്ന രീതിയിലുള്ള ബൈബിളിനെയാണ് മുഹമ്മദ് നബി അന്ന് കാണുന്നത് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റത്തില്ല. കൊടുത്തോട്ടം സാർ പറഞ്ഞതുപോലെ മുഹമ്മദ് നബി കണ്ടിട്ടുണ്ട്. അന്ന് മുഹമ്മദ് നബിയുടെ കയ്യിൽ ഉമർ അള്ളാഹു കൊണ്ട് കാണിച്ചു കൊടുത്തപ്പോൾ അത് ഏത് രീതിയിലാണ്, ഏത് ഗ്രന്ഥമാണ്, അല്ലെങ്കിൽ എത്രത്തോളം ഉണ്ടായിരുന്നു അതിലെ മാനുസ്ക്രിപ്റ്റ് എന്നൊന്നും നമുക്കറിയത്തില്ല.
താങ്കൾ പറയുന്നത് അതിനൊരു അതൊരു എന്താണ് ഒരു നമുക്കൊരു വാദമായിട്ട് എടുക്കാൻ പറ്റത്തില്ല സത്യത്തിൽ. കാരണം വെച്ചാല് ആ ഒരു 7-ാം നൂറ്റാണ്ട് കാലത്തില് അത് മുഹമ്മദ് നബിക്ക് ഏത് രീതിയിലാണ് കിട്ടിയെന്ന് നമുക്ക് ഇപ്പോഴും കഴിയും. പിന്നെ എനിക്ക് ഇങ്ങനത്തെ വാദമൊന്നുമില്ല. മുഹമ്മദ് നബിക്ക് ശേഷമാണ് ബൈബിൾ ഇങ്ങനെ തിരുത്തപ്പെട്ടത്, അങ്ങനെയൊന്നുമില്ല. തീർച്ചയായും മുഹമ്മദ് നബിക്ക് മുന്നേ തന്നെയാണ് അതുകൊണ്ടാണല്ലോ 7-ാം നൂറ്റാണ്ടില് ഖുർആൻ തന്നെ ഇത് പറയാൻ കാരണം. ഇതിലെന്താണ് ഒരുപാട് ആളുകളുടെ എഴുത്ത് ലിപികൾ കയറിയിട്ട് ഇത് ദൈവത്തിൽ നിന്നാണെന്നും അവര് പറഞ്ഞു എന്ന് പറയാൻ തന്നെ കാരണം അതുകൊണ്ടാണല്ലോ. അതാണ് ഞാൻ ഇവിടെ പ്രൂവ് ചെയ്തത്. അങ്ങനെയാണ് എന്റെ ഒരു വാദത്തിന് ഞാൻ പറഞ്ഞത്. ഇങ്ങനെയുള്ള സംഭവങ്ങൾ അന്നും ഉണ്ട്, മുഹമ്മദ് നബിക്ക് മുന്നേ ഉണ്ട്, ഇല്ലാന്ന് എനിക്ക് വാദില്ല. അപ്പൊ മുഹമ്മദ് നബി ഇവിടെ പ്രൂവ് ചെയ്ത് ഇത് ഈ ഗ്രന്ഥമാണെന്നാണ് ഞാൻ പ്രസ്താവിച്ചത്. അള്ളാഹു കൊടുത്ത ഈ വേദഗ്രന്ഥം അത് അന്നുള്ള 7-ാം നൂറ്റാണ്ടിലുണ്ടായിരുന്ന അവിടുത്തെ ക്രൈസ്തവർക്കും യഹൂദർക്കും അറിയാമായിരുന്നു എന്താണ് സത്യമെന്നും എന്താണ് അസത്യമെന്നും അവർക്ക് അറിയാമായിരുന്നു. സത്യത്തെയും അസത്യത്തെയും അവർ കൂട്ടിക്കലർത്തിയെന്നാണല്ലോ ഖുർആൻ പറഞ്ഞത്. അപ്പൊ ഈ ഒരു കാര്യങ്ങളൊക്കെ മുഹമ്മദ് നബിക്ക് മുന്നേ തന്നെയാണ് നടന്നിട്ടുള്ളത്. അപ്പൊ ഞാൻ ഇത്രേ പറഞ്ഞുള്ളൂ. അവിടെ വേദഗ്രന്ഥം എന്ന് അള്ളാഹു പ്രൂവ് ചെയ്യാൻ പറഞ്ഞത് ഏതാണ്? ഈ സത്യത്തിലുള്ള വേദം, അത് ഇഞ്ചീൽ എന്ന് പറയുന്ന ആ ഒരു യഥാർത്ഥമായ വേദം. പിന്നീട് നിങ്ങൾ പറഞ്ഞതുപോലെ ടെസ്റ്റ്മെന്റ് വന്നിട്ടുണ്ട്, അതിനു മുന്നും എഴുതപ്പെട്ടിട്ടുണ്ട്. എനിക്ക് അങ്ങനത്തെ വാദമൊന്നും ഇല്ല എന്നൊന്നും. എനിക്ക് പറഞ്ഞതുപോലെ ആ ടെസ്റ്റ്മെന്റ് ഒരുപാട് മറ്റുള്ള രാജ്യങ്ങളിലേക്ക് പോയിട്ടുണ്ടാവും, ഇല്ലാന്നും വാദില്ല. കാരണം യേശുവിന്റെ 100 വർഷത്തിന് ശേഷമാണ് അപ്പോസ്തലൻ. അതിന് എത്രയോ 400-500 വർഷങ്ങൾക്ക് ശേഷമാണല്ലോ മുഹമ്മദ് നബി ഇരിക്കുന്നത്. തീർച്ചയായിട്ടും അത് അതിന് മുന്നൊക്കെ പബ്ലിഷ് ചെയ്തിട്ടുണ്ടാവും, ഇല്ലാന്ന് ഞാൻ വാദിക്കുന്നില്ല. അത് തന്നെയാണ് ഖുറാനും പറയുന്നത്. ഇതില് മറ്റുള്ളവരുടെ വിധി ന്യായങ്ങൾ ഇതിൽ കയറിയിട്ടുണ്ടെന്ന് ഖുറാൻ പറഞ്ഞത് അതുകൊണ്ടാണ്. അത്രേ ഉള്ളൂ. ഞാനും പറഞ്ഞു ഇത്രേ തന്നെ ഉള്ളൂ. അത് പിന്നീട് പിൽക്കാലത്ത് അതുകൊണ്ടാണ് ഖുറാൻ അത് പ്രൂവ് ചെയ്യുന്നത് എന്നാണ് ഞാൻ പറഞ്ഞത്. അതിലിങ്ങനെ സംഭവിച്ചിട്ടുണ്ട് എന്ന് പറയാൻ കാരണം. ഓക്കെ, താങ്ക് യു. ഇത്രയും നേരം സംസാരിക്കാൻ സമയം തന്നതിൽ സന്തോഷം. ഓക്കെ ഗുരുതരെ. ഓക്കെ നമുക്ക് തൽക്കാലം അവസാനിപ്പിക്കാം. ഷാഫി അടുത്ത പ്രാവശ്യം വരിക, ഡെഫിനറ്റ്ലി വരിക. ഷാഫി ഇത്രയും കാര്യം നിങ്ങൾക്ക് പറ്റുമെങ്കിൽ മനസ്സിലായി. ഞാൻ തീർച്ചയായിട്ടും എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റി. ഞാൻ എന്റെ വാദങ്ങൾ വെച്ചു. ഇത് തന്നെയാണ് ഞാൻ പഠിച്ചിട്ടുള്ളതും എന്റെ രീതിയിൽ ഞാൻ ഖുർആനിൽ നിന്ന് മനസ്സിലാക്കിയിട്ടുള്ളതും ഇതിനെ കുറിച്ച്. ഓക്കെ, ഞാനൊരു ഒരു സ്റ്റേറ്റ്മെന്റ് വെക്കുകയാണ്. അതായത് നിങ്ങളുടെ ഖുർആൻ പറയുന്നു 7-ാം നൂറ്റാണ്ടിൽ ക്രൈസ്തവരുടെയും യഹൂദരുടെയും കയ്യിലുള്ള പുസ്തകം ഏതാണോ അത് ശരിയാണ്. 1. 2, 7-ാം നൂറ്റാണ്ടിൽ ക്രൈസ്തവരുടെ കയ്യിലുണ്ടായിരുന്ന പുസ്തകം ഇന്നും ക്രൈസ്തവരുടെ കയ്യിലുണ്ട്. എന്തുകൊണ്ട്? കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ 7-ാം നൂറ്റാണ്ടിലെ പുസ്തകവും ഇന്നത്തെ പുസ്തകവും നമുക്ക് കമ്പയർ ചെയ്ത് സ്റ്റഡി ചെയ്യാൻ പറ്റുന്നത് അതിന് മുമ്പേ അവൈലബിൾ ആയിട്ടുള്ള മാനുസ്ക്രിപ്റ്റുമായിട്ട് നമുക്ക് കോറിലേറ്റ് ചെയ്ത് സ്റ്റഡി ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോ ക്രൈസ്തവരുടെ കയ്യിലുണ്ടായിരുന്ന പുസ്തകം 7-ാം നൂറ്റാണ്ടിലല്ല, AD 425 തന്നെ അത് ക്രോഡീകരിക്കപ്പെട്ടതാണ്. അതിനു മുമ്പേ തന്നെ അത് അവൈലബിൾ ആണ്. അതിന്റെ മാനുസ്ക്രിപ്റ്റ്സ് അവൈലബിൾ ആണ്. അത് പുസ്തകങ്ങളായിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതുകൂടാതെ ഗ്രീക്ക് പുസ്തകങ്ങൾ തന്നെ അന്ന് അവൈലബിൾ ആയിരുന്നു. അത് തന്നെ പല ഭാഗങ്ങളിലോട്ട് പോയിട്ടുണ്ട്. അത് അറേബ്യയിലും ഉണ്ടായിരുന്നു. പാസ്റ്റർ പറഞ്ഞപ്പോൾ തന്നെ താങ്കൾ ശ്രദ്ധിച്ചു കാണും. ഈവൻ കേരളത്തിൽ വരെ സഭകൾ സ്ഥാപിക്കപ്പെടുകയും അങ്ങനെയുള്ള മുഹമ്മദിന്റെ കാലഘട്ടത്തിന് മുമ്പേ തന്നെ ലോകത്ത് പല ഭാഗങ്ങളിലും ക്രൈസ്തവത എത്തിച്ചേർന്നു. അപ്പോ ആരെങ്കിലും എവിടെയെങ്കിലും ഒരു ബൈബിൾ തിരുത്തി എന്നുള്ളത് കൊണ്ട് മൊത്തം ബൈബിൾ തിരുത്തപ്പെട്ടു എന്നൊരിക്കലും വരത്തില്ല. എങ്ങനെ? ഞാനൊരു 10, 100, 1000, 10,000 ഖുറാൻ മേടിച്ച് തിരുത്തിയിട്ട് മൊത്തം ഖുറാൻ തിരുത്തിയെന്ന് വാദം വെച്ച് കഴിഞ്ഞാൽ അതെങ്ങനെ ഇരിക്കും? അതുപോലെ ഇരിക്കും. സോ നിങ്ങൾ വിശ്വസിക്കണം എന്നല്ല ഞാൻ പറയുന്നത്, പക്ഷെ നിങ്ങളുടെ ഖുറാനിൽ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് ക്രൈസ്തവരുടെ കയ്യിലിരിക്കുന്ന പുസ്തകം ശരിയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ വിശ്വസിക്കാം, വേണമെങ്കിൽ വിശ്വസിക്കാം. ഓക്കെ, നമുക്ക് പിന്നീട് അവസരത്തിൽ സംസാരിക്കാം. ഓക്കെ, വേറെ ആരെങ്കിലും എന്തെങ്കിലും പറയുന്നുണ്ടോ? അതല്ലെങ്കിൽ നമുക്ക് ക്ലോസ് ചെയ്താലോ? ഞാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ ഈ ബൈബിൾ ത്രൂ സെഞ്ചുറീസ് എന്നുള്ള ഒരു ഭാഗം, നമുക്ക് സെഞ്ചുറീസ് എന്ന് പറയാൻ പറ്റത്തില്ല, പക്ഷെ ഈ മാനുസ്ക്രിപ്റ്റിനെ കുറിച്ചൊക്കെ ചെറിയൊരു പഠനം വേണമെങ്കിൽ നമുക്ക് നടത്താം.
ദൈവം സഹായിച്ചാൽ നാളെ നമ്മുടെ JCB ബ്രദർ വരുവാണെങ്കിൽ നാളെ ക്ലാസ് ഉണ്ടാവും. കഴിഞ്ഞ ദിവസം ക്ലാസ് അറ്റൻഡ് ചെയ്തവര് ആ ക്ലാസ് അറ്റൻഡ് ചെയ്യാം. അതിനുശേഷം പിന്നീട് ഒരു ദിവസം നമുക്കൊരു ഓപ്പൺ ക്ലാസ് ഈ വിഷയത്തിൽ തന്നെ നമുക്ക് എടുക്കാം. ഇൻ കേസ് ഷാഫിയെ പോലെയുള്ള മറ്റുള്ള ബ്രദേഴ്സും അറിയാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ അത് അവർക്കും പ്രയോജനപ്പെടുമെന്ന് നമുക്ക് ചിന്തിക്കാം. ഓക്കെ, എന്നാൽ നമുക്ക് ക്ലോസ് ചെയ്യാം. ന്യൂക്ലിയർ, ഫ്രീ സോൾ, ജഷൻ, DA എന്നാണോ? ഓക്കെ, ദെൻ ഷാഫി, പിന്നെ ഓഡിയൻസിലുള്ള എല്ലാവർക്കും ഒരിക്കൽ കൂടെ നന്ദി. ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. ഞാൻ ക്ലോസ് ചെയ്യുവാണേ. ബൈ. ജഷൻ കേൾക്കുന്നുണ്ടോ? ക്ലോസ് ചെയ്തേക്കട്ടെ? ഓക്കെ, ക്ലോസ് ചെയ്യാം.